ഈ വിലക്ക് പരിപാടിയൊക്കെ ഞാനത് പറഞ്ഞു, ഞാൻ ഗുഹയ്ക്കകത്തായിരുന്നു. എനിക്ക് വിലക്കൊക്കെ പുറം ലോകത്ത് കിടക്കുന്ന എന്തോ കാര്യങ്ങളായിട്ടാണ്. അതിപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ടിനിച്ചേട്ടൻ പറഞ്ഞത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ആ ക്രാഫ്റ്റിലേക്കുള്ള വിശ്വാസം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ സുഷിൻ്റെ ഒരു വാക്കിനുള്ള വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പടം മ്യൂസിക് ചെയ്തില്ലെങ്കിലും ഒന്ന് രണ്ട് വാക്ക് പറയണം. അനുരാഗ കരിക്കിൻ വെള്ളം പോലെ ഒരു ഫിലിം ചെയ്ത് ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണെന്ന് ഫേസ് തിരിച്ചറിയാൻ ഒരു സംഭവം ഉണ്ടായി. അത് ചേട്ടന് എത്രത്തോളം സർപ്രൈസിങ് ആയിരുന്നു? എനിക്കങ്ങനെ ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം റഹ്മാൻ അങ്ങനെ പാവം ഗണപതിനെ മാസ്ക് ഒക്കെ ഇടിച്ചൊരു സ്ഥലത്ത് വിട്ടത്. എവിടെയാ നിങ്ങൾ വിട്ടത്? ബാലുവിന്റെ ചേട്ടനായിട്ട് ആരെ അഭിനയിപ്പിക്കുക? ബാലുവിന്റെ ചേട്ടനെ തന്നെ. അതാണ് ഒരു ഗുണ കേവിലേക്ക് എല്ലാവരും പാട്ട് കേട്ടിട്ടാണ് പറഞ്ഞത്. ഇപ്പോഴും ഗുണ കേവിൽ പോയാൽ നമുക്ക് ഇപ്പോഴും കേൾക്കാം. എല്ലാവരും മനിതക്ക് അതിൽ നിന്ന് എല്ലാവരും വന്നിട്ട് ഒരു രണ്ട് അവിടുന്ന് പറഞ്ഞില്ലെങ്കിൽ സമാനം കിട്ടില്ല. റിയൽ ഗുണ കേവ്സിൽ ഒരു സീരിയൽ ഷൂട്ട് ചെയ്യില്ലെങ്കിൽ മോശമല്ലേ അവിടെ വരെ എത്തിയിട്ട് മരണത്തിന്. കാരണം കുറേ ജീവികൾ മരിച്ചു കിടക്കുന്നതാണ് അവിടെ. ആ തലയൊട്ടി എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അതിൽ ഇറങ്ങപ്പം. ആ റിയൽ ഗുണ കേവിലൂടെ ലൈക്ക് ഹാഫ് നേക്കഡ് ആയിട്ട് നടക്കുന്ന ഓർ ഹി വാസ് ഫുൾ നേക്കഡ്? He's full naked. Set was air conditioned to good cold temperatures. മരത്തിന് സർവൈവ് ചെയ്യാൻ, മരത്തിന് മാത്രമല്ല ആക്ടേഴ്സിന് ആക്ട് ചെയ്യണ്ടേ ആ ഒരു ഫീൽ. ഞാൻ ആ മഴ സെറ്റിനകത്ത് പെയ്ക്കുന്ന മഴയിൽ ഞാൻ രാവിലെ എല്ലാ ദിവസവും 2 ലോഡ് ഐസ് ഇട്ട് വരും. ഐസ് ഇറക്കുമ്പോഴേ ഉമ്മാരെ എന്നെ നോക്കും ഏടാ വൃത്തി. ഗുഹയിലൊക്കെ ഞാൻ കയറിയപ്പോൾ ഒരു കൊടൈക്കനാലിൽ ഒരു കഷ്ണം എടുത്തുകൊണ്ട് വെച്ച പോലെ ഉണ്ടായിരുന്നു കൊച്ചിയുടെ നടുക്ക്. അത്രയും ഞാനൊരു എല്ലാ ബോയ്സിനോടും എൻ്റെ നന്ദി, എന്നെ സഹിച്ചതിന്. എന്നെ ഗുണ കേവിൽ തള്ളിയിട്ടിട്ട് തിരിച്ചു വരാത്തിരുന്നു. കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നു. അത് പ്രോസ്തെറ്റിക് മേക്കപ്പ് ആയിരുന്നില്ലേ? പ്രോസ്തെറ്റിക് മേക്കപ്പ് അല്ല, അത് ഓറിയോ ബിസ്ക്കറ്റാണ്. വൺ ഡേ അത് ആരും എവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ദിവസം നമുക്ക് സൗഭിക്കാൻ നഷ്ടപ്പെടുമായിരുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇപ്പോൾ തിയേറ്റേഴ്സിൽ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സ്, അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന, പ്രണയത്തിനുമൊക്കെ മുകളിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂല്യം അറിയിക്കുന്ന കഥ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചിദംബരമാണ് എൻ്റെ ഒപ്പം ഉള്ളത്. സോ ഹാർഡി വെൽക്കം ടു യു ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ ഇൻ ജാങ്കോ സ്പേസ്. ഞാൻ സിനിമ കണ്ടിരുന്നു. ഇറ്റ്സ് എൻ അമേസിംഗ് ഫിലിം. Let me tell you that first of all. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു സർവൈവൽ ത്രില്ലർ സിനിമ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ പണ്ട് മലയാളത്തിൽ കണ്ടുമറന്ന് മാളൂട്ടിയുടെ ഒരു ടച്ചൊക്കെ ആദ്യം സിനിമ കാണുന്നതിന് മുൻപ് ആളുകൾക്ക് തോന്നിയിരുന്നു ഇങ്ങനൊരു ഇതാണോ എന്ന്. അപ്പം ആസ് എ ഡയറക്ടർ ചേട്ടൻ്റെ ഉള്ളിൽ ചേട്ടൻ്റെ അങ്ങനെ ഒരു തോട്ട് എവിടെയെങ്കിലും പോയിരുന്നോ, ഓർ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലേ? അല്ല, മാളൂട്ടി ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഇൻസ്പിറേഷൻ. കാരണം മാളൂട്ടി ചെറുതിലെ തൊട്ട് നമ്മൾ ടി വിയിലെല്ലാം കാണുന്നത്. ഞാൻ ശരിക്കും ആ ശിവലോകം ഡാമിൽ ആ വീട്ടിലും പോയിട്ടുണ്ട്. ശരിക്കും മാളൂട്ടി ഷൂട്ട് ചെയ്ത സ്ഥലം അത് ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറിലാണ്, നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ആ ബംഗ്ലാവ് ശിവലോകം ഡാം ഭയങ്കര ബ്യൂട്ടിഫുൾ സ്പേസ് ആണ്. അപ്പം അവിടെ ഇതിനായിട്ട് പോയത് ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മാൾ ഷൂട്ട് ചെയ്തത്. ഭയങ്കര കൗതുകരമായിരുന്നു. മാളൂട്ടി വാസ് എ മൂവി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം, വെരി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ആൻഡ് അത് മലയാളത്തിൽ അത് ആലോചിച്ചത് പുൾ ഓഫ് ചെയ്ത് ഫോർ എവറി വൺ. അത് തീർച്ചയായും അതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. അപ്പം ഇതിന്റെ ഒരു മേക്കിംഗ് സമയത്തേക്ക് വന്നപ്പോൾ യു ആർ ലൈക്ക് വെരി കോഷ്യസ്. അതിന്റെ യാതൊരുവിധ ഒരു ടച്ചോ ഒരു രീതിയിലുള്ള ഒരു ടച്ച് ഇതിൽ വരരുത് എന്നുള്ള രീതിയിൽ? അത് അങ്ങനെ ടച്ച് വരുന്നത് രണ്ടും സർവൈവൽ ബേസിക്കലി. അത് അതിജീവനമാണ് രണ്ടിൻ്റെയും കോർ. അപ്പം അതെന്തായാലും ഉണ്ടാവും. പിന്നെ കോൺഷ്യസിൽ അങ്ങനെ ആവരുത്. പിന്നെ നമ്മൾ ആർട്ട് തന്നെയാണ് ആർട്ടിനെ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ഇൻസ്പിറേഷൻ ആയാലും വന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മൾ പോലെ അറിയാതെ സബ് കോൺഷ്യസ് അത് വരും. പക്ഷെ അത് അങ്ങനെ വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തായാലും അത് ഉണ്ടാവും. ഇല്ല, പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലൈക്ക് ആദ്യത്തിന് ഒരു ത്രെഡ് കേൾക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നുമെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ ഇറ്റ്സ് ആൻ എൻറ്റയർലി ഒരു ഡിഫറെന്റ് സംഭവമായിട്ടാണ് എനിക്ക് മഞ്ഞുമ്മൽ ബോയ്സിനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, ത്രെഡ് പറയുമ്പോഴും ആ മാളൂട്ടി പോലെ എന്നുള്ളത് അത് ഒരിക്കലും ഇതിനൊരു തടസ്സമായിരുന്നില്ല. അതിന് പോസിറ്റീവ് തന്നെയായിരുന്നല്ലോ. മാളൂട്ടി എല്ലാവർക്കും വർക്കായി ഒരു സിനിമയുള്ളൂ. അപ്പോൾ മാളൂട്ടി പോലത്തെ പടം എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് പോസിറ്റീവ് ഓൺലി. അപ്പം ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഏർലി 2000s സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പം ഇത് ഒത്തിരി പേരുടെ ക്രിയേറ്റേഴ്സിന്റെ അടുത്തേക്ക് ഇത് എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് ഫൈനലി ചിദംബരമാണ്. അപ്പം ചേട്ടന് എന്തായിരുന്നു ഓക്കെ ഐ നീഡ് ടു മേക്ക് എൻ ആർട്ട് ഔട്ട് ഓഫ് ദിസ് എന്നുള്ള തോന്നാനുള്ളൊരു റീസൺ? ബിക്കോസ് അവരുടെ ജീവിതം അവരുടെ നേരിട്ട് കണ്ടവർ സംസാരിച്ചപ്പോഴും വാട്ട് ഓൾ ദേ വെന്റ് ത്രൂ എന്നുള്ള സാധനം അതൊരു അവരുടെ വേദനയാണെങ്കിലും ഞാനതിൽ സിനിമ കണ്ടു. അതാണ് ഒരു ഫിലിം മേക്കർ എല്ലാവരുടെ വേദനകളിലും ദാരിദ്ര്യത്തിലും എല്ലാത്തിലും സിനിമ. അതൊരു ചെറിയ സെൽഫിഷ് ആണെങ്കിൽ ദാറ്റ് ഈസ് ദ പ്രോസസ്സ്. അപ്പോൾ അതിൽ ഞാൻ സിനിമ കണ്ടു. അത് നാട്ടുകാർ അറിയണം എന്നുള്ളൊരു പരിപാടി. കാരണം ഇത്രയും വലിയൊരു കഥയാണ്. ഗുണയുടെ ചരിത്രം തിരുത്തിയ വെറും റെസ്ക്യൂ അല്ല, ഒരു ഫുൾ ഹിസ്റ്ററി, ഒരു സ്ഥലത്തിൻ്റെ സ്പേസിൻ്റെ ഹിസ്റ്ററി ചേഞ്ച് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം പിന്നെ അവരെല്ലാം നേരിട്ട് കണ്ടു. അവരെല്ലാവരും സാധാരണക്കാരാണ്. അപ്പം സാധാരണക്കാരുടെ ഹീറോയിസം
എന്താണെന്നുള്ള നാട്ടുകാർ അറിയണം എന്ന് എനിക്ക് തോന്നി. പിന്നെ ആ കാലഘട്ടമല്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാലഘട്ടം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ബോയ്സ് തന്നെയായിരുന്നു എല്ലാവരും. ആരും ഭയങ്കര ഓപ്പണാണ്, ഭയങ്കര പ്ലെയിൻ സ്പീക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇത് പറയണം, അവരെ പോലെ തന്നെ പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നത്. മേ ബി ചേട്ടൻ അത്രയും കീൻ ആയിട്ട് അവരെ പറയുന്നത് കേട്ട് ഒരു ആർട്ട് കൊണ്ടുവന്നത് കൊണ്ടായിരിക്കാം സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് ഞങ്ങളുടെ കഥയാണ്, ഇത് തന്നെയാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂട്ടുകയും ചെയ്തിട്ടില്ല, ഒന്നും കുറയ്ക്കുകയും ചെയ്തിട്ടില്ല. അപ്പം ആസ് എ ഡയറക്ടർ ചേട്ടൻ കേട്ടിട്ടുണ്ടാവുന്നത് ഈ 10 അല്ലെങ്കിൽ ഈ 9 പേരുടെ 9 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും. എസ്പെഷ്യലി കുഴിയിലേക്ക് പോയ എന്താ പറയുന്ന ശ്രീനാഥിന്റെ ക്യാരക്ടർ ചെയ്ത ആൾക്ക് പറയാനുള്ളത്, സുഭാഷിന് പറയാനുള്ളത് സുഭാഷൻ അകത്ത് എന്തായിരുന്നു നേരിട്ടെന്നുള്ളതും പുറത്ത് നിൽക്കുന്ന ഈ റെസ്ക്യൂ ടീമിന്റെ വേറെ ഒരു ഇത്. അപ്പം എങ്ങനെയാണ് ഈ 2 സംഭവങ്ങളും പുട്ടിൻ ചെയ്ത് ഒരു ഫിലിം ആക്കിയെടുത്തത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ 11 പേരാണ്. 11 പേരെ ഞാൻ കണ്ട് അവരുടെ ഇന്റർവ്യൂസ് ഞാൻ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു, ഇൻഡിവിജ്വലി ഇന്റർവ്യൂസ് ചെയ്തു എല്ലാവരുടെയും. അപ്പം എനിക്ക് ഇൻഡിവിജ്വലി മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിലാണ് അവരുടെ പേഴ്സണലി അവരെന്ത് ഫീൽ ചെയ്തു, വാട്ട് ദേ വെന്റ് ത്രൂ ഇന്റേണലി, അവരെന്താണ് കണ്ടത്, അവരെന്താണ് അതിന് ടേക്ക് അവേ എന്നുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വലി ഞാൻ എടുത്തു. ഇൻഡിവിജ്വൽ ആ കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സിന് ആ ഇൻ്റർവ്യൂസ് കാണിച്ചു. അങ്ങനെയാണ് ഞാൻ അവരെ പ്രിപ്പയർ, അതിൻ്റെ തുടക്കം. പിന്നെ ഞാനിതെല്ലാം കട്ട് ചെയ്ത് ഒരുമിച്ചാക്കി ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്തു. അപ്പോൾ ദെൻ അതാണ് അതിൻ്റെ ബേസ്, ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആക്ടേഴ്സിന് ടു ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ ഇറ്റ് വാസ് വെരി ഈസി. അത് തന്നെ അവരിങ്ങനെ ഒരു എഴുത്ത് വായിക്കുന്നതിനേക്കാളും അവർ നേരിട്ട് അവരുടെ വായിൽ നിന്ന് അത് കേൾക്കുകയും അപ്പോൾ അവരുടെ മാനറിസംസോ. പിന്നെ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടുഗെദർ. ഞാൻ എൻ്റെ റിയൽ ബോയ്സും റിയൽ ബോയ്സിനെയും I try to bring them a lot of times and they are very happy to hang out with each other. അത് കാരണം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഭയങ്കര ഗുഡ് മൊമെന്റ്സ്. അപ്പം അങ്ങനെ എൻ്റെ ആക്ടേഴ്സിന് അവർ വിത്തൗട്ട് എനി ഒരു സ്കിന്നില്ലാണ്ട് അവരെ കാണാൻ പറ്റി, ലൈക്ക് വിത്തൗട്ട് മാസ്ക് ഓൺ ദ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാനും പറ്റി. അപ്പോൾ അവരുടെ സ്മോൾ ട്രേറ്റ്സ് ആൻഡ് ഹൗ ദേ ബിഹേവ് ആൻഡ് അങ്ങനെയുള്ളത് കിട്ടി, എടുക്കാൻ പറ്റി എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് റിയൽ ബോയ്സിനെ നമ്മൾ കാണുന്നത്, മഞ്ഞുമ്മലുള്ള ശരിക്കുള്ള ടീമിനെ നമ്മൾ കാണുന്നത്. അത് കണ്ടത് വെച്ച് നമുക്ക് ഇപ്പോഴും മനസ്സിലായത് അവർ ഭയങ്കര ചിൽപ്പിൽ മച്ചാ ചേട്ടന്മാരാണെന്നാണ്. അപ്പം ഇവിടെ റീലിലേക്ക് വരികയാണെങ്കിൽ ശ്രീ തൊട്ടിട്ട് സൗബിൻ എല്ലാവരും വളരെ വൈബിളുള്ള ആൾക്കാരാണ്. എങ്ങനെ ഹാൻഡിൽ ചെയ്തു ഈ റിയൽ ആസ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്? ഞാൻ അവരിൽ ഒരാളായി മാറുക എന്നല്ലാതെ ഹാൻഡിൽ ചെയ്യാനൊന്നും ഞാൻ നിൽക്കാറില്ല. ഹാൻഡിൽ ചെയ്യാൻ എനിക്കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ ആ ഒഴുക്കിനനുസരിച്ച് നീന്തി അതിൻ്റെ ഇടയിൽ ഒരാളെ സൈഡിൽ നിൽക്കുക എന്നല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. എന്തെങ്കിലും ഒരു ഫൺ മൊമെന്റ്, അതായത് ചേട്ടനെ പെട്ടുപോയല്ലോ എന്ന് തോന്നി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാനുണ്ടോ നമ്മളായിട്ട്? അയ്യോ, അങ്ങനെ വെച്ചാൽ എനിക്ക് ഷൂട്ട് പോകാൻ വാസ് വെരി മെമ്മറബിൾ, ലോട്ട് ഓഫ് ഇൻസിഡൻസ്. പെട്ടുപോയല്ലോ എന്നങ്ങനെ ഒരിക്കലും തോന്നി. ചില സമയത്ത് അത്രയും സ്ട്രെസ്, ഇത്രയും ആൾക്കാരെ മാനേജ് അങ്ങനെ പോയോ ഇത് സോറി ഇങ്ങനെ അയ്യോ ഇത് ഇത്രയും വലിയ പടം ചെയ്യേണ്ടത്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടിച്ചു പോയിട്ടുണ്ട് കുറേ സമയത്ത് അങ്ങനെ. പക്ഷെ അതിനെല്ലാം ഒരു ലൈക്ക് നവായം ലൈക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഇത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്ന് പ്രാന്തായിരുന്നിട്ടുണ്ട്. പിന്നെ തീർച്ചയായും അത്രയും ചില സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യും, എങ്ങനെ ഈ സീൻ ബ്രേക്ക് ചെയ്യും, ഇത് എങ്ങനെ കാണിക്കും എന്നൊക്കെ. പിന്നെ ഇതെല്ലാം ലീനിയറിൽ ഒറ്റ അടിക്ക് ഒരേ സ്പേസ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ അവരുടെ കൊറിയോഗ്രാഫി, അവരുടെ പ്ലേസ്മെൻറ്റ്സ്, മൂവ്മെൻറ്റ്. പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോഴേ ഒരാളെ ഇവിടെ നിർത്തണമെങ്കിൽ അടുത്ത 3-4 സീൻ കഴിയുമ്പോൾ അയാൾ അവിടെ അടുത്ത കമ്പോസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിൻ്റെ അങ്ങനെ ആ കൊറിയോഗ്രാഫി വാസ് വെരി ടഫ്. അപ്പോൾ അത് ഞാനും ഷാജുക്കയും പിന്നെ എൻ്റെ ആക്ടേഴ്സും 11 പേരും ഉണ്ടല്ലോ, 11 പേർക്കും ഇപ്പം അങ്ങനെ പ്രസൻസ് ഉണ്ടാവണം. അപ്പോൾ ദാറ്റ് വാസ് ദ ടഫസ്റ്റ് പാർട്ട്. ഓക്കെ, അങ്ങനെ ചേട്ടന് ഇപ്പം പറഞ്ഞല്ലോ ഇത് മതിയായി എന്ന് തോന്നിയൊരു സംഭവം, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു സീൻ ഏതായിരുന്നു? എല്ലാ സീനും ആ മഴയുടെ സീനുകളായിരുന്നു ഭയങ്കര ടഫ്. മഴ ഒലിച്ച് വരുന്നതും കാരണം നമുക്ക് ലോട്ട് ഓഫ് തിങ്സ് ടു കൺട്രോൾ. ആദ്യം നമ്മൾ മഴ ഓൺ ചെയ്യണം. മഴയെല്ലാം നമ്മൾ സെറ്റിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. മഴയും മടിയിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം പൈപ്സ് ഒക്കെ വെച്ചിട്ട് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഫോഗ്, മിസ്റ്റ് ഇതെല്ലാം ഓരോ സ്വിച്ചിലുണ്ട്. അപ്പം അത് വരണം. അത് ഓണാക്കിയാൽ മതി. അത് ഓണാക്കിയാൽ അതിൻ്റെ ഒഴുക്ക് കൺസിസ്റ്റൻസ് ആവണം. ആ ഒഴുക്കിന് നേരത്തെ ഷോർട്ടായിട്ട് ഒഴുക്കായിട്ട് വെള്ളമല്ലേ, നമ്മളൊക്കെ അത് കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് ടഫാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ കൺസിസ്റ്റൻസി പിടിച്ച് അതായിരുന്നു ഏറ്റവും ടഫസ്റ്റ് പരിപാടി. പിന്നെ ഇമോഷണൽ സീൻസ്, പിന്നെ റെസ്ക്യൂ എല്ലാം ഭയങ്കര ഗുഹയിൽ നിന്ന് ഞാനും ഇറങ്ങിയത് ഭയങ്കര സന്തോഷത്തോടെയാണ്. ഞാൻ ഗുഹയിലായിരുന്നു. ഞാനൊരു മാസത്തോളം ഗുഹയിൽ തന്നെ ആയിരുന്നു, പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ. ഇപ്പം ഞാനും സർവൈവ് ചെയ്തു. ആൻഡ് ഫൈനലി സിനിമ സ്ക്രീനിൽ ആളുകളുടെ ഒപ്പം ഇരുന്ന് കണ്ടപ്പോൾ ചേട്ടന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു സീൻ ഏതായിരുന്നു?
സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് എനിക്ക് ആ ബാലു വിളിച്ച് ഇവൻ കണ്ണു തുറക്കുന്ന അതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പിന്നെ ദ ലാസ്റ്റ് സീൻ അതാണ് എൻ്റെ ദാറ്റ് ഈസ് വിത്തൗട്ട് എൻ്റെ ജസ്റ്റ് ഗുണ ദാറ്റ്സ് എ സീൻ ഫോർ ഗുണ ലാസ്റ്റ് സൈനിങ് ഓഫ്. അതായത് എല്ലാവരും പോയി ഗ്രില്ലിട്ട് അടച്ചു, ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ അതാണ് ബാക്കി. അതാണ് എൻ്റെ ഫേവറേറ്റ് സൈനിങ് ഓഫ്. അതാണ് എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് സീൻ. ഇത് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നിയതേ ഇല്ല ഈ സംഭവങ്ങളെല്ലാം സെറ്റിട്ട ഒരു പരിപാടിയിലാണ് ഇത് ചെയ്തതെന്ന്. ഐ ലിറ്ററലി തോട്ട് ഓക്കെ മേ ബി അതെന്തെങ്കിലും അത്രയും ഡീപ്പിലേക്കൊന്നും പോയില്ലെങ്കിൽ ഗുണ കേവില് സംഭവം അവർ ശരിക്കും ഷൂട്ട് ചെയ്തതാണ്. പിന്നീടാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ലൈക്ക് 4 കോടി രൂപയൊക്കെ മുടക്കി നിങ്ങൾ കാര്യമായി സെറ്റിട്ട് ചെയ്തതാണ് ആണ് ആ ഒരു സംഭവം. സോ എത്രത്തോളം ഒരു റിസ്ക് ഫാക്ടറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒറിജിനൽ ഗുണയിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാസിയുടെ ഡ്രീം സീക്വൻസ് ഒറിജിനൽ റിയൽ ഗുണ കേവ്സ് ആണ്. കാരണം റിയൽ ഗുണ കേവ്സിൽ ഒരു സീനിൽ ഷൂട്ട് ചെയ്യില്ലെങ്കിൽ മോശമല്ലേ അവിടെ വരെ എത്തിയിട്ട്. അതാണല്ലോ. അപ്പോൾ അതാണ് റിയൽ ഗുണ കേവ്. അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ അത് നമ്മളൊന്നൊന്നുമല്ല. കാരണം നമ്മളെക്കാൾ എത്രയോ പഴയതാണ് ആ കേവും ആ കേവ് സിസ്റ്റംസും ഒക്കെ എത്രയോ ഭൂമി ഉണ്ടായ കാലം. അപ്പോൾ അത്രയും പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു ശിലായുഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു ഫീൽ ആ ഗുഹയ്ക്കകത്ത് കിട്ടും. അപ്പം അത് എത്രത്തോളം ഇപ്പുറത്തേക്ക് അത് ഭയങ്കരമായിട്ട് അജയേട്ടൻ അത് അതേപോലെ ഒപ്പിയെടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ബ്ലെൻഡ് മനസ്സിലാകാൻ നമ്മളൊരു അത് രണ്ടിടത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ആ ബ്ലെൻഡ് കൃത്യമായിട്ട് പോകുന്നത്. പിന്നെ അജയേട്ടൻ ഓൾ ദ പ്ലാൻസ് ഈ സെറ്റിൽ കാണുന്ന എല്ലാം റിയൽ അതെല്ലാം ഗുണേന്ന് കൊണ്ടുവന്ന് രാവിലെ 3 നേരം വെള്ളമൊഴിച്ച് ആ സെറ്റ് വാസ് എയർ കണ്ടീഷൻഡ് ടു കൊടൈ ടെമ്പറേച്ചേഴ്സ്. മരത്തിന് മാത്രമല്ല ആക്ടേഴ്സിന് ആക്ട് ചെയ്യണ്ടേ. അതുപോലെ തന്നെ കേരള ടെമ്പറേച്ചറിൽ വന്നിട്ട് നമ്മൾ ഇത്രയും സെറ്റിനകത്ത് ഈ ലൈറ്റിനകത്ത് വെച്ചാൽ ഞാൻ വേർത്ത് ഒലിച്ചുകൊണ്ടിരിക്കും. പിന്നെ തണുപ്പ് ഒരു മെയിൻ ഘടകമാണ്. തണുപ്പ് നമ്മളെ സൈക്കോളജിക്കലി ഭയങ്കര തണുപ്പുള്ളപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും. കാരണം അതിലൊരു പിരിമുറുക്കവും പരിപാടിയും. അപ്പോൾ ഇത്രയും തണുപ്പ് ഈർപ്പം ആ ഒരു ഫീൽ. ഞാൻ ആ മഴ സെറ്റിനകത്ത് പെയ്ക്കുന്ന മഴയിൽ ഞാൻ രാവിലെ എല്ലാ ദിവസവും 2 ലോഡ് ഐസ് ഇട്ട് വരും. ഐസ് ഇറക്കുമ്പോഴേ ഉമ്മാരെന്നെ നോക്കും ഏടാ വൃത്തി. അപ്പം ചോദിച്ചു ഐസൊക്കെ വേണം. ഞാൻ വേണം. തണുപ്പ് മെയിനാണ്. തണുപ്പ് നമുക്ക് എത്രത്തോളം അഭിനയിക്കാൻ പറ്റും. നമ്മൾ തണുപ്പ് അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കി അഭിനയം കുറയും. തണുപ്പ് നമുക്ക് ഇന്റർനെറ്റ് നാച്ചുറലി വരട്ടെ. ഞാനൊരു എല്ലാ ബോയ്സിനോടും എൻ്റെ നന്ദി. എന്നെ സഹിച്ചതിന്, എന്നെ ഗുണ കേവിൽ തള്ളിയിട്ടിട്ട് തിരിച്ചു വരാത്തിരുന്നു നന്ദി പറയുന്നുണ്ട്. അയ്യോ ഞാനിപ്പോ ശരിക്കും ആലോചിക്കുന്നത് ആ റിയൽ ഗുണ കേവിലൂടെ ലൈക്ക് ഹാഫ് നേക്കഡ് ആയിട്ട് നടക്കുന്ന ഓർ ഹി വാസ് ഫുൾ നേക്കഡ് ഫുൾ നേക്കഡ് ആയിട്ട് നടക്കുന്ന ബാസിയുടെ ഒരു ഇതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പാവം എത്രത്തോളം തണുപ്പ് സഹിച്ചിട്ടുണ്ടാവുന്നുള്ളത്. ബാസിക്ക് ഡിസിഷൻ എടുക്കാനും മറ്റേ അധികം സമയം എടുത്തില്ലായിരുന്നു. നമ്മൾ ഞാൻ ഗുണ കേവിൽ ഇറങ്ങി ഒറിജിനൽ ഗുണ കേവ് കണ്ടു. അപ്പം നമ്മൾ തീരുമാനിച്ചു എനിക്ക് അതുവരെ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു സീനാണ്. അപ്പം നമുക്ക് വി ഹാവ് ടു ഷൂട്ട് സംതിങ് ഹിയർ. എന്തായാലും ഷൂട്ട് ഇതാണ് ദ ഡെവിൾസ് കിച്ചൺ. അപ്പം അങ്ങനെ അപ്പം അതിന് ഡ്രീം സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ രക്തത്തിൽ കുളിച്ച് വരാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോഴത്തേക്ക് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു 1 മണിക്കൂർ വേണം അത് മേക്കപ്പ് ചെയ്യാൻ. പിന്നെ ഷൂട്ടിംഗ് പെർമിഷൻ ആകെ രാവിലെ 5 തൊട്ട് രാവിലെ 9 മണി വരെയാണ്. അതിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തിരിച്ച് കയറിയിരിക്കണം. 5 മണിക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് ആടെ ഇറങ്ങിയിട്ട് വിത്ത് ഓൾ ദ എക്യുപ്മെന്റ്സ് വി ക്യാൻ ബാർലി ഷൂട്ട് ഫോർ an hour. അതിന് അപ്പം തന്നെ 9 മണിക്ക് ഗുണ പബ്ലിക്കിന് ഓപ്പൺ ആകുന്നതിന് മുമ്പേ നമ്മൾ ഇറങ്ങണം. അപ്പോൾ അത്ര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ കോസ്റ്റ്യൂം. അപ്പോൾ മേക്കപ്പ് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കോസ്റ്റ്യൂം എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ മഷർ ഇങ്ങനെ തലയെ കയറി അത് കോസ്റ്റ്യൂം അതിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മഷർ അങ്ങനെ പിടിച്ചാലാന്ന് പറഞ്ഞു. ഞാൻ ലെറ്റ്സ് ഡു ഇറ്റ്. അത് ഒരു ബാസിക്ക് ഒരു നിമിഷം പോലെ ചിന്തിക്കേണ്ടതൊന്നുമില്ല. ആൻഡ് താങ്ക് ഹിം ഫോർ ദാറ്റ്. ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ്യൂം ഇടാന്ന് പറഞ്ഞു. എക്സാക്ട്ലി. അല്ല ആ സീൻ കണ്ടപ്പോഴും നമുക്ക് തോന്നിയിരുന്നു ഡ്രീം സീക്വൻസ് ആദ്യം മനസ്സിലാവില്ല, പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഈ ആടെ ഡ്രീം അബൌട്ട് ദിസ് എന്നുള്ള ഒരു ഇത് നമുക്ക് റീബർത്ത് പോലെയാണ്. സുഭാഷിന് ശരിക്കും തോന്നിയത് സുഭാഷ് ഇടിച്ച് കുറച്ച് സമയം കഴിഞ്ഞാണല്ലോ ബോധം വരുന്നത്. ബോധം വരുമ്പോൾ സുഭാഷിന് ഫീൽ ചെയ്ത് ഫുൾ ചുറ്റും ഇരുട്ട്, പിച്ച് ബ്ലാക്ക്, എക്സ്ട്രീം പെയിൻ ആൻഡ് എക്സ്ട്രീം കോൾഡ്. വിചാരിച്ചു മരിച്ചു കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. മരിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിൽ ഇരിക്കുകയാണെന്നാണ് സുഭാഷിന് കൊടൈക്കനാൽ ടൂർ വന്നത് ഓർമ്മയില്ല. കാരണം മൈൻഡ് അത് ട്രോമ എങ്ങനെയാണ് ഇത് എവിടെയാണ് ഞാനിത് എവിടെയാണ് പണ്ടെന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തോ അവിടെ വെച്ച് മെമ്മറി കട്ടാണ്. റിയൽ സുഭാഷ്. പക്ഷെ അത് എത്രത്തോളം സ്ക്രീനിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഭയങ്കര ടഫാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. ഞാൻ കേട്ടിരുന്നു റിയൽ ലൈഫ് സുഭാഷ് ഈ സെറ്റ് വന്ന് കണ്ട് മൂപ്പര് പാനിക്കായി ഈ ഒരു ഇത് കണ്ടിട്ട് എന്നുള്ള ഒരു ഇതില്. സുഭാഷ് ഇമോഷണലായി.
സെറ്റ് വന്ന് കണ്ടു. ഞാൻ അത്ര വന്ന് കണ്ടല്ലോ, അത് വലിയ ഞാൻ ആ സെറ്റ് അത്രത്തോളം ഭീകരം. കാരണം ഞാൻ സെറ്റ് ഞാൻ ഷൂട്ട് കിടക്കുമ്പോഴാണ് സെറ്റ് പണി കിടക്കുന്നത്. അപ്പോൾ ഞാൻ സെറ്റ് പണി കിടക്കുമ്പോൾ എല്ലാ ദിവസവും അവിടെ ഇല്ല. ഞാനിത് ഒരു മാസത്തിന് മുമ്പ് കണ്ട് ഇങ്ങനെ വലിയ വലിയ ഇൻ്റർവൽസ് ആണ് ഞാൻ ഇടയ്ക്കുമ്പോൾ. ഞാൻ പിന്നെ അജയേട്ടനെ ഞാനതങ്ങ് വിട്ടു. അതിങ്ങനെ ബെസ്റ്റ് ആർട്ട് ഡയറക്ടറാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഏഴായിരത്ത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനത് ഗുഹ കിട്ടും, കുറേ VFX ചെയ്യേണ്ടി വരും. ഇങ്ങനെ അജയേട്ടൻ്റെ ഭാഷയിൽ നമുക്കത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ ഭാഷയിൽ അതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പഠിച്ചു കളച്ചു. അപ്പം ഞാൻ ഈ കൊച്ചി ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ച് ഗുഹയിലൊക്കെ ഞാൻ കയറിയപ്പോൾ ഒരു കൊടൈക്കനാലിൽ ഒരു കഷ്ണം എടുത്തുകൊണ്ട് വെച്ചവരുണ്ടായിരുന്നു കൊച്ചിയുടെ നടുക്ക്. അത്രയും തണുപ്പും ആ ഇലകളും ആ വേസ്റ്റും എല്ലാം കൊടയുന്നുള്ള ഇലകൾ, വേസ്റ്റ്, പൈൻ മരത്തിന്റെ ആ സീഡ്സ് എല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റ്. അതാണ് അതിന്റെ റിയലിസം. അടിപൊളി. അപ്പം ചേട്ടാ, എത്രത്തോളം ആ ഒരു റിയൽ ലൈഫിനോട് നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഫിലിമിലേക്ക്? ഞാനത് ഉടനീളം അതിൽ മാക്സിമം നീതി പുലർത്താൻ ശ്രമിച്ചത്. എത്രത്തോളം കാരണം റിയൽ ലൈഫ് വേറെ തന്നെയാണ്. അത് അതിൻ്റെ ഒരു കുറച്ചെങ്കിലും ഇതിന് വന്നാൽ മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം അത് കുറച്ച് സാധനങ്ങൾ മാത്രം, അത് സ്ക്രിപ്റ്റ്, അത് സിനിമയുടെ ഒരു ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ലാണ്ട് ബാക്കിയെല്ലാം ഫുള്ളി റിയൽ തന്നെയാണ്. ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പരിമിതി മൂലം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഞാൻ കളഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഇവരൊന്നും ഇവർ അനുഭവിച്ചൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന ഒരിക്കലും ശരിയുമല്ല. ഞാനായിട്ട് എഴുതിയ സാധനങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. സാധനങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനായിട്ട് എഴുതിയതോ ഇത് കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തു. ലാസ്റ്റ് എന്നിട്ട് കുട്ടേട്ടന് റിയൽ ലൈഫിൽ പതക്കം കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന്. അത് നമ്മൾ അതും കൂടെ എന്നാൽ ലാസ്റ്റ് ക്രെഡിറ്റ്സ് വരുമ്പോഴത്തേക്ക് സംഭവങ്ങൾ വരുന്നുണ്ട്, പിക്ചർ കാണിക്കുന്നുണ്ട്. അതും കൂടെ സിനിമയിൽ വെക്കായിരുന്നില്ല. അത് സമയപരിമിതി മൂലമാണോ? സമയപരിമിതി ഉണ്ട്. കാരണം പിന്നെ റെസ്ക്യൂ കഴിയുമ്പോൾ ഏകദേശം പടന്നത് ആൾക്കാർക്ക് പിന്നെ അപ്പോൾ അതുകൊണ്ട് ആ സീൻ എനിക്ക് അത് ഫുള്ളായിട്ട് അതിൻ്റെ പൊട്ടൻഷ്യലി തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് അത്രയും ഫുൾ ക്രൗഡ് ഇൻഡിപെൻഡൻസ് ഡേ മാർച്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ മാർച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ പരിപാടിയായിരിക്കും. അതായത് 30 ബറ്റാലിയൻ വേണം, ആ ഗാലറി ഫുൾ ആൾ വേണം, പിന്നെ ഇപ്പുറത്ത് ഫുൾ അങ്ങനെ അത്ര വലിയൊരു പരിപാടിയാണ്. അത് അങ്ങനെ കാണിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ സെക്രട്ടേറിയറ്റ് ബാക്കിൽ ഇത് ഷൂട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് പിന്നെ നമ്മളിങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ അത് പിന്നെ അത് വേണ്ട, അത് ആ ഫോട്ടോയിൽ മതി. കാരണം ശരിക്കുള്ള സിജുവിനോടല്ലോ ഇത് കിട്ടുന്നത്. ആ മെമ്മറി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് ആ ഇമേജ് വിൽ ബി മനുഷ്യൻ്റെ മനസ്സിൽ ആ ഒറിജിനൽ സിജുവിനെ ആ ഇമേജ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും സിനിമയാണല്ലോ, അപ്പം നമ്മൾ കുറച്ചൊക്കെ സിനിമാറ്റിക് എലമെന്റ്സ് ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പം റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ കുട്ടേട്ടൻ ഇത്രയും സൗബിന മാതിരി ഒരു ഏട്ടനല്ല, കുട്ടനാണ്. സുഭാഷിനാണ് കുട്ടനെക്കാട്ടിലും ഏജ്. ഇപ്പൊ സിനിമയിലേക്ക് വന്നപ്പോൾ എന്താണ് ആ ഏജിന്റെ ഒക്കെ ഒരു ചേഞ്ച് വന്നത്? അത് എന്താ പറയാ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബോയ്സിനെ തന്നെ കളിയാക്കും. ഇതിപ്പം മഞ്ഞുമ്മൽ അങ്കിൾസായി മാറുന്നുണ്ട്. അങ്ങനെ അല്ല, അത് പ്രായം കൊണ്ട് അതെല്ലാം മെച്യൂരിറ്റി കൊണ്ടും എല്ലാം കൊണ്ടും കുട്ടൻ തന്നെയാണ് ആ കൂടുതൽ. കുട്ടൻ അധികം സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരൻ തന്നെയാണ് ആ കൂട്ടത്തിലെ മൂത്ത ചേട്ടൻ. പ്രായം കൊണ്ടും പുള്ളിക്കാരൻ്റെ രൂപം കൊണ്ടും പുള്ളിക്കാരൻ ചെറുതായിട്ട് അധികം കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്നതാണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും കുറച്ചും കൂടെ കൺട്രോളുള്ളതും കാര്യങ്ങൾ. ഇപ്പോൾ ടൂറിനൊക്കെ പോകുമ്പോഴും പൈസ ഡീൽ ചെയ്യുന്നതും അങ്ങനെ ഒരു ഫ്രണ്ട് സീറ്റിലിരുന്ന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതൊട്ട് ആൽഫ മെന്റാലിറ്റി അല്ല അത്. അതൊരു അതാണ് കുട്ടനായിട്ട് വന്നത്. ഈ കുട്ടനും സുഭാഷും ഇത്രയും 11 പേരുണ്ടെങ്കിലും ലൈക്ക് സ്റ്റോറിയിലെ ഒരു മെയിൻ പില്ലർ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണ്. അപ്പം ഇവരെ നിങ്ങൾ ഒരു റീലിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കണം അതിൻ്റെ കാസ്റ്റിംഗ് നടക്കേണ്ടത്. അപ്പം ഇത്രയും 11 ടാലൻറ്റഡ് ആയിട്ടുള്ള ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. യുവർ ബ്രദർ ഗണപതി ഈസ് ദെയർ. അപ്പം എന്തുകൊണ്ട് ഈ 2 ക്യാരക്ടേഴ്സ്, ഓക്കെ സൗബിൻ ആൻഡ് ശ്രീനാഥ്, ഇവർ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചത്? ബിക്കോസ് ദേ ആർ തിക്ക് ഇൻ റിയൽ ലൈഫ്. അപ്പം അത്രയും റിയൽ ലൈഫിൽ എല്ലാവരും അപ്പം അങ്ങനെ അത് വീണതാണ്. ബാസി ഓഫ് കോഴ്സ്, ആൻഡ് ബാസി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പം എനിക്ക് എന്തും പറയാൻ കണ്ട, ഞാൻ തുണിയില്ലാതെ നടത്തിച്ചല്ലോ. അപ്പൊ അതാണ് ദാറ്റ്സ് എ ട്രസ്റ്റ് ഹി ഹാസ് ഗിവൺ us, and so it is very easy to work with him. And അത് പിന്നെ everyone knows each other. അപ്പം അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് വർക്ക്. റിയൽ ലൈഫിലും
ഈ ഇവർ തമ്മിലുള്ള ബന്ധം പോലെയാണ് എല്ലാവരും പരസ്പരം തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇത് ആര് പോയാലും ആരും ഇറങ്ങും. അതായത് സുഭാഷ് കൊണ്ട് കുട്ടുന്നത് അങ്ങനെയല്ല, ഇത് ആര് പോയാലും ആരും ഇറങ്ങിയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഹോൾ ഗാങ്ങിനെ നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് അത്രയും ഒരു ബ്രദർ, കാരണം ഇവരെല്ലാവരും നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു സർക്കിളിലുള്ള, നിങ്ങൾ തന്നെ ഇതിനു മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു സെറ്റിൽ ഈ 11 പേരായിട്ട് നിങ്ങൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ചേട്ടൻ വാസ് സോ യുനോ അത്രയും ഒരു കമ്പൽഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ബോണ്ടിങ് നോക്കിയിട്ടായിരിക്കും ഇതിന്റെ കാസ്റ്റ് നമ്മൾ നടത്തുക എന്നുള്ള രീതി. ബോണ്ടിങ് ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ എബോവ് ഓൾ ദാറ്റ് ദേ ആർ ഓൾ ഗ്രേറ്റ് പെർഫോമേഴ്സ്. അതാണ് ഈ പടത്തിന് വേണ്ടത്. അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് മാനദണ്ഡം. അങ്ങനെയാണ് ഇത് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മള് സിനിമയിൽ പറയുന്ന പോലെ മരണം താണ്ടി വന്ന ഒരു വ്യക്തിയാണ് സുഭാഷ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാലൊക്കെ തൊട്ട് തൊഴുന്നത് റിയൽ നടന്ന സംഭവം അതാണ്. അത് പക്ഷെ അത് റിയൽ നടന്ന ഇതിനെക്കാളും വലിയൊരു പരിപാടി. അപ്പോൾ അത് കുറച്ച് പടത്തിൻ്റെ ഇത് നമ്മൾ എല്ലാം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ അവർ ഫസ്റ്റ് വിറകിന് അടിയുണ്ടാക്കാൻ കാണുന്നില്ല. വിറക് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് ഈ കൊടയ പോലത്തെ സ്ഥലങ്ങളിൽ. അന്ന് ഇത്ര ഗ്യാസ് ഒന്നും പറഞ്ഞാൽ വിറക് ഇപ്പോഴും വിറകൊരു മെയിൻ ഫ്യൂവലാണ്. ഇപ്പോൾ വിറകിന് വേണ്ടി അന്ന് ശരിക്കും വന്നപ്പോൾ ഫസ്റ്റ് അവർ കാണുന്നത് വിറകിന് വേണ്ടി ഇവർ 2 കടക്കാരും അടി കൂടിയാണ്. അത് എൻ്റെ വിറകാണ്, നിൻ്റെ വിറകാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ ഫുൾ വിറകിട്ട് കത്തിച്ചാണ് ആ ഫയർ ഇവനെ ചൂട് നൽകാൻ വേണ്ടി അവരുണ്ടാക്കിയത്. അപ്പോൾ അതാണ് സെൽഫ്ലെസ് ആക്ട്. അങ്ങനെ കാരണം കുറേ ഡീറ്റെയിലിങ്സ് ഉണ്ട്. അത് സിനിമയുടെ സമയപരിധി മൂലം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ശരിക്കും അതിനകത്ത് റിയൽ ലൈഫ് സുഭാഷിനെ കിട്ടിയ ഒരു സ്വീകരണം. റിയൽ ലൈഫ് സുഭാഷ് അതിപ്പം മരണവും ഒരു ദൈവ കോൺസെപ്റ്റ് ആണല്ലോ. അപ്പം അതുകൊണ്ട് മരണത്തിനെ കണ്ടു തൊട്ട് വന്നവൻ ദൈവത്തിനെ കാണും. കാരണം മരണം ഒരു ആത്യന്തികമായ സത്യം. ജന്മവും ആത്യന്തികമായ സത്യം. അതാണ് എൻ്റെ ആദ്യത്തെ പടം. അപ്പം അത് ഭയങ്കര ട്രൂത്താണ്. അപ്പം മരണം ഒരു ദൈവസങ്കല്പം ഇന്ത്യൻ കൾച്ചറിൽ പണ്ടേ ഇപ്പം ശിവൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കാലനാണ്, മൃത്യുവാണ്. അപ്പം അത് ലോക്കൽ ആൾക്കാർക്ക് അവർക്ക് അത് സാവപ്പാത്തവൻ തിരുമ്പി വന്നവൻ കടവുള്ള. ഇപ്പം ജാനേമനും ഇത് രണ്ടുമായിട്ടുള്ള ഒരു ഫിലിം ആയതുകൊണ്ട് യു ആർ എൻടാങ്കിൾ സോ മച്ച് വിത്ത് സച്ച് തിങ്സ്. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ 2 സിനിമ അങ്ങനെ ആയി ഞാൻ മാറി ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ എന്തായാലും എല്ലാ സിനിമകളും ഒരു അണ്ടർലൈങ് മെറ്റാ സാധനങ്ങൾ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. ഇത് ഞാൻ നേരത്തെ ചോദിച്ചു വന്ന എന്താണെന്ന് പറഞ്ഞപ്പോൾ ഈ കൊടൈക്കനാലില് ഇവർക്കൊരു വലിയ ഹിസ്റ്ററി ആയിരിക്കുമല്ലോ. ഗുണ കേവിൽ നിന്ന് കയറി വന്ന ആദ്യത്തെ ഒരാൾ എന്നുള്ളത് അവിടുത്തെ ഒരു വളരെ വലിയൊരു ടോക്കാണ്. അപ്പോൾ പിന്നീട് ഇയേഴ്സ് ലേറ്റർ നിങ്ങൾ അതൊരു സിനിമ എടുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പം അവരുടെ ഒരു കൗതുകവും ഒക്കെ ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അവർക്ക് കുറേ ആൾക്കാർക്ക് എന്താ പറയുക, എന്നെ പടം എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്ത് ഉയരോടെ തിരിക്കുന്നു, ആരുമേ വരില്ല. അവർക്ക് വിശ്വാസമില്ല. അവരുടെ നാട്ടിൽ കാരണം 15 കൊല്ലം മുമ്പ് നടന്ന കുറേ കടക്കാർ മാറി. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതൊരു അവിടെ ആരും താമസിക്കുന്നില്ല. എല്ലാവരും അവിടെ അപ്പം കുറേ ആൾക്കാർ മാറി. അപ്പോൾ ആർക്കും ഇതിനെപ്പറ്റി കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ കാര്യങ്ങളും ഉള്ളൂ, ഓർമ്മയുള്ളൂ. പക്ഷെ അവർ പറഞ്ഞതേ അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ അവർ പറഞ്ഞു വെച്ചാൽ അവൻ തിരിച്ചു വന്നു, പിന്നെ 3 ദിവസം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പനി പിടിച്ച് മരിച്ചുപോയി. അങ്ങനെയൊക്കെയാണ്. കാരണം ആ സ്ഥലത്തിന് ചുറ്റിപ്പറ്റി കുറേ മരണങ്ങളുണ്ട്. അവരുടെ നമ്മൾ 13 ഓൺ റെക്കോർഡുള്ളൂ. 50ഓളം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ ആത്മഹത്യകളുണ്ട്, കൊലപാതകങ്ങളുണ്ട്, ആക്സിഡൻസ് ഉണ്ട്. അങ്ങനെ തന്നെ. അപ്പം നിങ്ങൾ ഇതിവിടെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഡെവിൾസ് കിച്ചൺ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും അന്ധവിശ്വാസ കഥകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിരുന്നു? അല്ല, നമ്മൾ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഗുണ കാണാൻ വേണ്ടി ഇറങ്ങുന്നത് ഞാൻ ഭയത്തോടെയാണ് ഇറങ്ങുന്നത്. കാരണം ഇത്രയും ബിൽഡപ്പ് കേട്ടിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എന്നെ ഇറക്കുന്ന ഗാർഡ് എന്റെ കയ്യിലേക്ക് നാരങ്ങ വെച്ച് തന്നു, ഒരു ഇരുമ്പ് തണ്ട്. എനിക്ക് പേടിയില്ല, പേടിയുണ്ട്. പേടിയെന്ന് വെച്ചാൽ ഈ പ്രേതമേതല്ല ലൈഫിൽ എനിക്ക്. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ ബാലൻസാണ് കുറച്ച് കുറവ്. അപ്പം ഞാൻ ഇറങ്ങി ദൂരോളം കുഴികളുണ്ട് നിങ്ങളെ കാത്തു കിടക്കുന്നത്. ഈ കുഴികൾ നമുക്ക് കാണൂല. കാരണം ഈ കുഴികളിലൊക്കെ ഇവർ ഗ്രില്ലിട്ടിട്ട് വർഷങ്ങളുടെ മണ്ണും ഇലയും അടിഞ്ഞിട്ട് ഇതിപ്പോൾ നിലം പോലെ ഇരിക്കും. അപ്പോൾ ഈ ഗ്രില്ലും തുരുമ്പടിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ നിലം എന്ന് പറഞ്ഞ് ചവിട്ടുന്ന സ്ഥലം ചിലപ്പോൾ പൊടിഞ്ഞങ്ങ് താഴോട്ട് പോവാം. അപ്പോൾ കൃത്യം വഴി അറിയണം. കൃത്യം വഴി എവിടെയൊക്കെ ചവിട്ടാവുക എന്ന് അറിഞ്ഞിട്ട് ഇറങ്ങാവും. അപ്പോൾ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഡേഞ്ചറാണ്, സ്ലിപ്പാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഭീകരമായ ഭയമുണ്ട്. അപ്പം ഞാൻ ആ സ്ഥലത്തേക്ക് എത്തുമ്പം അവിടുത്തെ മരണത്തിന്, കാരണം കുറേ ജീവികൾ മരിച്ചു കിടക്കുന്നതാണ് അവിടെ. ആ തലയൊട്ടി എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഞാൻ ഇറങ്ങപ്പം. എനിക്ക് ഫസ്റ്റ് കിട്ടിയ തലയൊട്ടിയത് കുരങ്ങൻ്റെ ആണ്. അതാണ് നമ്മൾ കുരങ്ങന്മാർ തമ്മിൽ അത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ അതും ഒരു റിമൈൻഡറാണ്. കാരണം ഞാനും ആദ്യം കണ്ടു പേടിച്ചു മനുഷ്യൻ്റെ തലയൊട്ടിയാണോ എന്ന് പറഞ്ഞാൽ അത്രയും അത് കുരങ്ങനാണ്. കുറേ അവിടെ വവാലുകൾ മരിച്ചു. കാരണം കുറേ ജീവികൾ മരിച്ച് അങ്ങനെ. പിന്നെ വെള്ളം, കാരണം അത് വെള്ളത്തിൻ്റെ ഒരു നാച്ചുറൽ പാത്താണ്. കുഴികളിലൊക്കെ ഒരു ഡ്രെയിൻ പോലെയാണ്.
അപ്പം എല്ലാം അടിഞ്ഞുകൂടി വന്ന് കിടക്കുന്ന സ്ഥലം അതാണ്. അപ്പോൾ അവിടുത്തെ മണം കൂടെ തിയേറ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ കടുത്തു. കാരണം അത് ഫുൾ വവ്വാലുകളുടെയും പിന്നെ ഈ മരണത്തിൻ്റെ ആ കുഴിയിൽ നിന്ന് ഇപ്പോഴും പല കാരണം കുഴി ഭയങ്കര തണുപ്പ് കൂടുതലാണ് അതിൻ്റെ അകത്തോട്ട്, ഭയങ്കര ഫ്രീസിങ് ടെമ്പറേച്ചേഴ്സ്. അപ്പം ഡീകമ്പോസിഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ ഭയങ്കര മണങ്ങൾ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പം എങ്ങനെയായിരുന്നു അവിടുത്തെ പോലീസും ഫോറസ്റ്റ് ഗാർഡും എല്ലാവരും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് കൂടെ നിന്ന് നമുക്ക് അവർ ഭയങ്കര എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആയിരുന്നു. അവരെയും നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എല്ലാ ഫോറസ്റ്റുകാർക്കും. എന്താണ് അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു അല്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്കും നമ്മളുടെ പണി തീർക്കണം, അവർക്ക് അവരുടെ പണി. അപ്പം അങ്ങനെ ഒരു പക്ഷെ അവരില്ലാണ്ട് സിനിമയില്ല. ആൻഡ് താങ്ക് യു തമിഴ്നാട് ഗവൺമെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എവറിത്തിങ്. ഈ സിനിമയുടെ പ്രൊമോഷൻസിന്റെ സംഭവങ്ങളും വളരെയധികം ഹിറ്റായിരുന്നു. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിട്ട് സിനിമ കണ്ടപ്പോൾ, അതായത് ഞാനെടുത്ത ഇന്റർവ്യൂവിൽ തന്നെ ബാസി പറഞ്ഞിട്ടുണ്ട്, ബാസിക്ക് ഒരു വിലക്കുള്ള സമയത്ത് ബാസി വാസ് വർക്കിംഗ് ഇൻ മഞ്ഞുമ്മൽ. എൻ്റെ കൂടെ അത്രയും ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന കൂട്ടുകാരെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത്രയും ആൾക്കാരെ പറയാവുന്നതാണെന്ന്. ശരിക്കും ആ സിനിമയിലേക്ക് വന്നപ്പോൾ ചേട്ടാ എനിക്കും ആ ഒരു കണക്ഷൻ തോന്നി. അതായത് ലിഫ്റ്റിംഗ് അപ്പ് എ പേഴ്സൺ ഫ്രം ആ ഒരു കുഴിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇത്. അപ്പോൾ ശരിക്കും ആ ഒരു സൗഹൃദത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വാല്യൂ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ചേട്ടന് ആ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടോ? എനിക്ക് വിലക്ക് പരിപാടിയൊക്കെ ഞാനത് പറഞ്ഞു, ഞാൻ ഗുഹയ്ക്കകത്തായിരുന്നു. എനിക്ക് വിലക്കൊക്കെ പുറം ലോകത്ത് കിടക്കുന്ന എന്തോ കാര്യങ്ങളായിട്ടാണ്. പിന്നെ എന്ത് വന്നാലും എനിക്ക് ഷൂട്ടിംഗ് നിർത്താൻ പറ്റില്ലായിരുന്നു. കാരണം 25 lakhs to 30 lakhs ആണ് പെർ ഡേ എക്സ്പെൻസ്. അപ്പം അത് ഇത്രയും നമ്മളെ ഫൈറ്റ് മാസ്റ്റർ, നമ്മളെ റോപ്പ് ടെക്നിക്സ്, കാരണം റോപ്പ് ആരും ഇതുവരെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല. അത് ഭയങ്കര അണ്ടർലൈക്കാണ്. റോപ്പ് പരിപാടിയാണ് പടത്തിൽ. കാരണം കയറ് കെട്ടി ഇങ്ങനെ ഇറക്കുക ഭയങ്കര ടെക്നിക്കൽ ജോബാണ്. നമ്മൾ കാണുമ്പോൾ ഒരാൾ കയറിട്ടിരുന്നോണ്ട് ടെക്നിക്കലി അതിൽ 10-12 പുള്ളീസ് പല സ്ഥലത്ത് നിന്ന് വലിച്ചിട്ട് ഭയങ്കര അത് വലിയൊരു പരിപാടിയാണ് ഒരു കയറിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ. അത് പ്ലസ് 2 പേരും കൂടെ ആകുമ്പോൾ അതിനെക്കാളും കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ റോപ്പ് വർക്ക് ചെയ്യുന്ന ടീംസ് എല്ലാം ബോംബെയിൽ നിന്നാണ്. അപ്പോൾ അവരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും അപ്പോൾ എൻ്റെ ഒരു സ്വാർത്ഥതയിൽ കാരണം എനിക്ക് ആ പടം നിർത്താൻ പറ്റില്ല. അപ്പം പക്ഷേ എന്തുകൊണ്ടോ തന്നെ അതന്നെ ആരും എൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയാലും ഹോൾ ഫിലിം ഫ്രറ്റേണിറ്റി അതിനെ സഹായിച്ചു. അപ്പോൾ അതിനും എനിക്ക് നന്ദിയുണ്ട്. നൈസ്. ഇപ്പം ഇതിന്റെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ സുഷിൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഇത് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന്. ഫൈനലി ഇപ്പൊ തിയേറ്റേഴ്സിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞപ്പോൾ വാട്ട് ഡു യു ഫീൽ? സീൻ മാറ്റിയതായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് ശരിയില്ല. സുഷിൻ അത് അവൻ്റെ ആത്മാർത്ഥത്തോടും അതിനോട് ഇഷ്ടം കൊണ്ടും പിന്നെ ഈസ് വെരി എക്സൈറ്റഡ് ആണ്. അത്രയും മാത്രം സുഷിൻ പണിയെടുത്തിട്ടുണ്ട്. യു ഹാവ് സീൻ ദ മൂവി. അപ്പോൾ അതുകൊണ്ട് പറയാൻ സുഷിനെ അങ്ങനെ ഫിൽറ്റർ വെച്ച് സംസാരിക്കുന്ന ആളല്ല. സുഷിൻ അങ്ങ് കൃത്യം വായിൽ വന്ന് അങ്ങ് പറയും. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. കാരണം സുഷിൻ്റെ ഒരൊറ്റ വാക്കിൽ ആണ് പടത്തിൻ്റെ ആ ഒരു ബിൽഡപ്പ് ആൾക്കാർക്കിലേക്ക് ട്രാക്ഷൻ തുടങ്ങിയത്. അപ്പോൾ സുഷിൻ്റെ ഒരു വാക്കിനുള്ള വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പടം മ്യൂസിക് ചെയ്തില്ലെങ്കിലും 1-2 വാക്ക് പറയണം. ഞാൻ സുഷിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു പ്രഷറായിട്ട് ചേട്ടന് തോന്നി. കാരണം ഇങ്ങനെ പറയുമ്പോൾ അത് പറഞ്ഞോടെ എൻ്റെ പ്രഷർ ഫുൾ അവൻ്റെ തലയിലായി. പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങ് സമാധാനമായിട്ട് ഇരുന്നു. എന്നാലും ഇതിൻ്റെ ഫൈനലി ഫിലിം ഇറങ്ങി കഴിഞ്ഞപ്പം കുറെ റിവ്യൂ പരിപാടികളൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും സുഷിൻ പറഞ്ഞത് വെച്ചാൽ സീൻ മാറ്റിയോ അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല എന്നുള്ള രീതിയിലും റിവ്യൂസ് വരുന്നുണ്ടായിരുന്നു. എന്താണ് ചേട്ടൻ അതിനടുത്തുള്ള ഒരു റെസ്പോൺസ്? അത് കാരണം സിനിമ നമ്മൾ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട് കൊടുത്തിരുന്ന സാധനം അതിലെന്തും സിനിമ വർക്കാവാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് ഫൈൻ. അതാണ് അതിൻ്റെ ഒരു രീതി. അതിപ്പം എല്ലാവർക്കും യൂണിവേഴ്സിറ്റി അത് ഇഷ്ടപ്പെടുന്നില്ല. സീൻ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും പടം തീരെ വർക്കാവാത്ത ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് ഫൈൻ. നമ്മൾ ഇറ്റ്സ് ഇൻ പബ്ലിക് ഡൊമൈൻ. നമുക്കതിനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഓൾറെഡി പടം കൊടുത്തു കഴിഞ്ഞു. അതായത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററെ ഇളക്കി മറിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നീട് അത് ട്രോളാവുന്ന ഒരു രീതിയിലെ ഒരു പാറ്റേൺ ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ടിനിച്ചേട്ടൻ പറഞ്ഞത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ആ ക്രാഫ്റ്റിലേക്കുള്ള വിശ്വാസം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ട്രോളണോ വേണ്ടതെന്നുള്ളത്. ഒരു ടെക്നീഷ്യൻ അത്രയും പണിയെടുത്ത രാജസ്ഥാനിൽ വാലിബൻ എന്ന് പറഞ്ഞ പടത്തിൽ ആ വെയിലത്തൊക്കെ ഭയങ്കര ഹാർഡാണ് ഒരു എക്സ്റ്റീരിയർ ഷൂട്ട്. അപ്പോൾ അത്രയും ചെയ്തു എന്നൊരാൾ അത് പുള്ളിക്കാരൻ്റെ മനസ്സിൽ തട്ടി പറഞ്ഞാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊരിക്കൽ we should support all that. Anyway, it's art and പണിയെടുത്തവരുടെ വിഷമം അത് അത്ര ഉണ്ടാവും. Anyway, you are happy because സിനിമ ഇപ്പൊ ഭയങ്കര ഹൈ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫൈനലി. എനിക്ക് ഇതിനകത്ത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും ഉള്ളിൽ കൊളുത്തി പിടിച്ച ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഐ വുഡ് സേ റിവ്യൂവേഴ്സിനൊന്നും മനസ്സിലായില്ല ആളെ, പക്ഷെ ആളുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ വിലയിരുത്തുന്നുണ്ടായിരുന്നു, ലൈക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പ്രസാദിന്റെ റോൾ ചെയ്ത നമ്മുടെ ഖാലിദ് റഹ്മാൻ. എങ്ങനെയായിരുന്നു അപ്പൊ ആ കാസ്റ്റിംഗിലേക്ക് വന്നത് അദ്ദേഹം? റഹ്മാൻ എനിക്ക് പരിചയമുണ്ട്, അങ്ങനെ പരിചയമുണ്ട് റഹ്മാന്. അപ്പം നമ്മളിതിങ്ങനെ ആലോചിച്ച് പലരും സൗബിക്ക പറഞ്ഞു കൊടുക്കാൻ പറവയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം
എല്ലാം ചെറിയ ചെറിയ ചെറുതാണ്. പക്ഷെ അതിൽ അപ്പോഴും റഹ്മാന്റെ സ്ക്രീൻ പ്രസൻസ് നല്ലതാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചു, ഞാൻ റഹ്മാനെ വിളിച്ചു, നോക്കുമ്പോൾ നല്ല നടൻ. അങ്ങനെയാണ്. അങ്ങനെ റഹ്മാനെ ഒന്നും നാളെ എനിക്ക് റഹ്മാൻ ഒരു വലിയ ഡയറക്ടർ റഹ്മാനെ വിളിച്ചത് എനിക്ക് ഓഡീഷൻ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ലോ, അഭിനയിക്കാൻ അത്രേ പറഞ്ഞുള്ളൂ, ബാക്കി നമുക്ക് അവിടുത്തെ നോക്കാൻ പറഞ്ഞു. നോക്കുമ്പം നല്ല നടനാണ്, നല്ല നടനാണ്. ലൈക്ക് ആ ഒരു ഫസ്റ്റ് സീൻ തൊട്ട് ഏതാടാ ആ പിള്ളേര് നമ്മുടെ മഞ്ഞമ്മ അവിടെ തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സട്ടിൽനെസ്സും ലൈക്ക് ഇവർ ഇത്രയും ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാരും ഇത്രയും ഹൈപ്പ് ചെയ്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഇദ്ദേഹം ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു റിസർവ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. എന്നാൽ ചങ്ക് കുറച്ച് അദ്ദേഹത്തിന്റെ അത്ര ഒരു ഗ്യാങ്ങിൽ എല്ലാഞ്ഞിട്ടും കൂടെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പം അതേപോലെ തന്നെ ജീൻ ചേട്ടന്റെ ചില ലുക്കിൽ നമുക്ക് ചിരി വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ് ഒക്കെ വന്നത്? ബാലുവിന്റെ ചേട്ടനായിട്ട് ആരെ അഭിനയിപ്പിക്കുക, ബാലുവിന്റെ ചേട്ടനെ തന്നെ, അതാണ് ജീൻ. അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് ജീന്. കാരണം ജീന് ഞാൻ അണ്ടർവേൾഡ് ആണെന്ന് തോന്നുന്നു, ആസിഫ് നമ്മള് അണ്ടർവേൾഡ്. അപ്പോൾ അണ്ടർവേൾഡിൽ ഞാൻ ജീനെ കണ്ടിരുന്നു. ഭയങ്കര പ്രസൻസ് ആണ് ജീൻ. അപ്പോൾ ജീനിന് ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടർ ഉണ്ട്. പക്ഷെ അതിൽ ഞാനത് പിന്നെ താടിയൊക്കെ പിടിച്ചൊന്ന് ഒരു കോമഡിയും കൂടെ കുറച്ച് ചേർത്തൊരു സാധനമാക്കിയാലോ. ആൻഡ് ജീൻ വാസ് വെരി സർപ്രൈസിങ്. ജീൻ ബാബ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ തമാശ പറഞ്ഞ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ജീൻ ഇത്രയും ജീൻ്റെ എല്ലാ നാണവും ഇൻഹിബിഷൻസ് എല്ലാം മാറ്റി ജീൻ ഭായി അത് അഭിനയിച്ചത് വി ആർ ഓൾ സർപ്രൈസ്ഡ്. എല്ലാവരും സർപ്രൈസ്ഡ് ആണ്. ഇവൻ ജീൻസ് ഫാമിലി ഇസ് വെരി സർപ്രൈസ്. പിന്നെ താടി വെച്ച് ജീനെ കാണാൻ പറ്റി ഫോർ ഹിം ആൻഡ് ദ ഫാമിലി. ഓ ലാലങ്കള് ജാനമല്ലും ലാലങ്ങളും ഇപ്പം എന്നെ ഫസ്റ്റ് ഡേ തന്നെ ലാലങ്ങൾ പോയി പടം കണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഈസ് വെരി ഹാപ്പി. അടിപൊളി അടിപൊളി. റിയൽ ആൾക്കാരുണ്ട് എവിടെയെങ്കിലും ശരിക്കുള്ള മഞ്ഞുമൽ ബോയ്സിന് ഇവർക്കൊന്ന് കൊണ്ടുവരായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ലൈക്ക് മഞ്ഞുമൽ ബോയ്സ് പടത്തിലുണ്ട്. വടംവലി ഫസ്റ്റ് വടം വലിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ആയിട്ടാണ്. അവരാണ് വടം വലിച്ച് ജയിക്കുന്നത്. അവിടെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് കാണിക്കാം. റിയൽ ഗൈസ് എന്നുള്ള രീതി. അതാണ് തീർച്ചയായും അവരാണ് ജയിക്കേണ്ടത്. അവരെ ഓപ്പോസിറ്റ് വടം വലിക്കുന്നത് റിയൽ മഞ്ഞുമൽ ബോയ്സ് ആണ്. ഏകദേശം അതേ ഓർഡറിലാണ് നിർത്തിയിരിക്കുന്നത് ഓൾമോസ്റ്റ്. അടിപൊളി. അത് ചേട്ടൻ ആ ഒരു സീൻ അങ്ങനെ വേണം എന്ന് വെച്ചിട്ട് തീർച്ചയായും. കാരണം ഈ സിനിമ ഈസ് ഫോർ എവർ. അപ്പൊ ഈ സിനിമ അവരെ പറ്റി ഉണ്ടാക്കുന്ന സിനിമ അവരുടെ മുഖം അതിലെന്തായാലും വേണം എന്നൊരു കൃത്യമായ ഇതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരതിൽ വെച്ചതും. പിന്നെ വടം വലിച്ച് അവർ ജയിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് റഹ്മാൻ നടന്നു വരുമ്പം ഷെയ്ക്കാറ്റ് കൊടുക്കുന്നത് ഒറിജിനൽ ഡ്രൈവറിനാണ്. ആണല്ലേ? അപ്പൊ എല്ലാവരും ഉണ്ട് അതിൽ. രണ്ടുപേര് വിദേശത്തായിരുന്നു, അതുകൊണ്ട് അവർ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. നൈസ് നൈസ് ചേട്ടാ. അതേപോലെ തന്നെ ഇപ്പം കൺമണി അൻപോട് എന്ന് പറയുന്ന ആ ഒരു പാട്ടില് തുടങ്ങി, ആ പാട്ടില് തന്നെ അതും ആ വരികൾ പോലും ആ ഒരു സിനിമയുടെ സത്ത് കറക്റ്റായിട്ട് പറയുന്ന രീതിയിൽ. അപ്പം എങ്ങനെയാണ് അതിൽ ആ ഒരു കണക്ഷൻ വന്നത്? ശരിക്കും ഇവരെ ഈ പാട്ട് കേട്ടിട്ട് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു? ഇവര് ഗുണാക്കേവിലേക്ക് എല്ലാവരും പാട്ട് കേട്ടിട്ടാണ് പറഞ്ഞത്. ഇപ്പോഴും ഗുണാക്കേവിൽ പോയാൽ നമുക്ക് ഇപ്പോഴും കേൾക്കാം. എല്ലാവരും മനിതക്ക് അതിൽ നിന്ന് എല്ലാവരും വന്നിട്ട് ഒരു രണ്ട് അവിടുന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാനം കിട്ടില്ല. അപ്പം അതെല്ലാവരും അപ്പം പാട്ട് മെയിനാണ്. എല്ലാവരും അപ്പം പറഞ്ഞില്ല കമലഹാസൻ പൊളിച്ച സ്ഥലമില്ല, നമുക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞാൽ പോകണം. അവിടെ പോയി കാരണം അതാണ് കമൽ സാറിൻ്റെ ഇമ്പാക്ട്. ഒരു പടം അവിടെ ഒരു പാട്ട്, ഇളയരാജ പാട്ട്, എസ് ജാനകി പാടിയ വാലിയുടെ റൈറ്റ്. അപ്പം ആ പാട്ടിൻ്റെ ഇമ്പാക്ട് ഇറ്റ്സ് എ വെരി ഇന്ത്യയിൽ എല്ലാവരും ഭാഷ ഇതില്ലാണ്ട് ബൗണ്ടറി ഇല്ലാണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് തന്നെയാണ് അവരവിടെ പോകാൻ ഉള്ള കാരണമാക്കിയത്. അവർ തിരിച്ച് കാറിൽ കയറുമ്പോൾ പാട്ട് കേട്ട് അയ്യോ മച്ചാൻ ഒരു സ്ഥലം മറന്നു എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ പാട്ട് അപ്പം ലാസ്റ്റ് ആ പാട്ട് പ്ലേസ് ചെയ്യുന്നതും കാരണം ഞാൻ പാട്ട് അവിടെ ഞാൻ വരികൾ കേട്ടു കറക്റ്റ് അതാണ് വരികൾ. നിനക്ക് എന്തും ബ്രൂവ് ഉണ്ടായാലും അതെനിക്ക് കറക്റ്റ് വരികളാണ്. അപ്പം എക്സാക്ട്ലി അത് ക്ലൈമാക്സ് ഒരു കൺവെൻഷണൽ ക്ലൈമാക്സ് മ്യൂസിക് ഫുൾ ഓർക്കസ്ട്രൽ സാധനത്തിന് പകരം ഇത് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന ഒരു പ്ലേസ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. ജീനെടുത്ത് ഓടുന്ന പോലെ കമലഹാസൻ അഭിറാമി എടുത്ത് ഓടുന്നുണ്ട്. അതേ ഷോട്ടാണ്. ഓ അതും ഇതിനകത്ത് ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിപ്പോയതാ. കാരണം എല്ലായിടത്ത് പുറത്തേക്ക് ഇറങ്ങണ്ടേ. അത് കഴിഞ്ഞാൽ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ അങ്ങനെയുള്ള കമലഹാസൻ വന്നിട്ടുള്ളത്. നൈസ് നൈസ് നൈസ്. അതിനകത്ത് ശരിക്കും കണ്ടപ്പോൾ നമുക്ക് എൻ്റെ ദൈവമേ എന്ന് തോന്നിയൊരു ഇതായിരുന്നു. അതായത് ബാസിനെ കാണിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം എന്താണ് ഫൈനൽ അവസ്ഥ എന്നുള്ളത്. അതില് കരി പുരണ്ട് ഭയങ്കര ഇതായിട്ടേ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. അത് പ്രോസ്തെറ്റിക് മേക്കപ്പ് ആയിരുന്നില്ലേ? അത് പ്രോസ്തെറ്റിക് മേക്കപ്പ് അത് ഇത്രയും ചളി ഒഴുകിപ്പോയി. കാരണം മഴ പെയ്തല്ലോ ശേഷം ആ ചളിയാണത്. പ്രോസ്തെറ്റിക് മേക്കപ്പ് അല്ല, അത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഓറിയോ ബിസ്ക്കറ്റാണ്. അല്ല അതൊരു മേക്കപ്പ് ടെക്നിക്കാണ്. ചളി അങ്ങനത്തെ സ്റ്റെയിൻസിന് അതൊക്കെ
ബിസ്ക്കറ്റ് പിടിച്ച് മേത്തിട്ടിരിക്കാണ് അതാ മേക്കപ്പിൽ അങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. റോണക്സ് ആണ് അതിന്റെ താങ്ക്സ് ടു റോണക്സ് ഫോർ ഓൾ ദിസ് പരിപാടി. മേക്കപ്പ് റോണക്സ് ആണ്. റോണക്സ് ഇസ് എ വെരി സീനിയർ മേക്കപ്പ് ആൻഡ് അങ്ങനെ കുറെ സാധനങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ. സോ ആ ചളിയൊക്കെ നമ്മൾ അങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്തത്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചുണ്ടാക്കിയില്ലേ? അതാ ബാസിനെ കുറച്ചു നേരം കിടന്ന് ക്ഷീണിക്കാണ്. ബാസിന് ഉറുമ്പ് അടിക്കുമായിരുന്നു കുറച്ച്. ഉറുമ്പേടി ആയിരിക്കും കുഴിയെ കിടന്നതിനെക്കാട്ടിലും ബാസിക്ക് വേണ്ടി വന്നത്. ആ ഒരു ഓറിയോയിൽ കുളിച്ച് കിടന്ന ബാസിയെ കണ്ട് സൗബിക്ക പേടിച്ച ഒരു കഥയും അത് സൗബിക്ക പെട്ടെന്ന് വരുമ്പോൾ ഇതാണ് കാണുന്നത്. ഇങ്ങനെ പേടിച്ചു എന്തായാലും ആരായാലും പേടിപ്പിക്കുന്ന ഒരു വിഷ്വലാണ് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് നേരം ഒന്ന് എടുത്ത് ഓക്കെ ആയിട്ടാണ് പിന്നീട് ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്തത്. വാട്ട് ഹാപ്പൻഡ് എക്സാക്ട്ലി? അത് ആ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. കാരണം ഇത്രയും ഞാൻ കയറി, ഞാനും ഷൈജുക്കയും ഫസ്റ്റ് നമ്മളാണ് കയറിയത്. നമ്മൾ ഫുൾ ഹാർനസ് ഇട്ട് 30 അടി കയറി 30 അടി എനിക്ക് തല ഇറങ്ങി. അല്ല പക്ഷെ നിങ്ങൾ ഇത് സെറ്റ് ഇട്ട സംഭവമല്ല, ഹൈറ്റിലല്ലേ സെറ്റ്. കാരണം 120 അടിയാണ് അത് കുഴി. അപ്പം നമ്മൾ 35 അടിയുടെ 3 സെറ്റാണ് ഇട്ടത്. അത് പോരാണ്ട് ഗുണ കേവ് വേറെ സെറ്റ്, അങ്ങനെ 4 സെറ്റാണ് നമുക്കുള്ളത്. ഈ ഒരു കേവ് ആയിട്ട് ഫുൾ കേവ് സെറ്റ്, കേവിൻ്റെ അകത്തുള്ള കുഴി 3 സെറ്റ് വേറെ, 3 പീസായിട്ട്. അപ്പോൾ ഈ 3 പീസിലും 3 പീസ് എന്ന് പറയുമ്പോൾ 40 അടിയിലാണ് കിടക്കുന്നത്. ആ 40 അടിയിൽ കയറി 40 അടി മേലേക്ക് താഴോട്ടൊക്കെ പറയാം എത്ര ഉണ്ട് 40 അടിയിൽ. ഇത്രയും ഹാർനസ്, ഇത്രയും ക്രൂവും ഇത്രയും സേഫ്റ്റി ആൾക്കാരും ഉണ്ടെങ്കിലും അവിടെ കയറുമ്പോൾ നമുക്ക് നെഞ്ചിടിക്കും. ആൻഡ് അത്രയും ഹാർനസ് ഇങ്ങനെ നമുക്ക് നല്ല കോർ സ്ട്രെങ്ത് വേണം. അല്ല ഞാനൊന്നും ഒരു പണി എടുക്കാത്ത ആളായതുകൊണ്ട് ഇതിവിടെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് മസിൽ പിടിക്കുന്നു, എനിക്ക് ഭയങ്കര ടയറിങ് ആണ്. അപ്പം ഞാൻ ആലോചിച്ച് ശരിക്കുള്ള സിജു ഇത് എങ്ങനെ ചെയ്തു നമുക്ക് അവിടെ കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്. അൺബിലീവബിൾ ആണ്. നമുക്ക് അവിടെ കയറി നമ്മൾ ഓരോ പാറയും നമുക്ക് ബാലൻസ് പോലും കിട്ടില്ല. ഒരു പാറയെ തൊട്ട് സ്ലിപ്പാവും. അത്രയും ടഫായിട്ട് കൈയൊക്കെ ഉരഞ്ഞുരഞ്ഞ് അങ്ങനെ അത്രയും ടഫായിട്ട് താഴെ മറ്റേ ഒറിജിനൽ റിയലിൽ എങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പം സൗബിക്ക് ഇത് ചെയ്യണമെങ്കിൽ സൗബിക്ക് കുറച്ച് ആരോഗ്യമുണ്ട്. അങ്ങനെയുള്ളവർക്കേ അത് നടക്കുള്ളൂ. ഭയങ്കര ആരോഗ്യം വേണം, മനസ്സിന് ശക്തി വേണം. അപ്പം അത്രയും ടഫാണ് പരിപാടി. എനിക്കത് കേട്ടിട്ട് തന്നെ എന്തോ പോലെ ഇതായിട്ടിരിക്കുന്നത്. ഇപ്പം ചേട്ടനെ ഇത്ര നേരം സംസാരിച്ചു, ഐ വാസ് ലുക്കിംഗ് ഇൻ ടു യുവർ ഐസ്. ശരിക്കും എനിക്ക് എവിടെയൊക്കെ ഗണപതിയുടെ ഒരു ചായ വരും. അപ്പം ഗണപതി എവിടെയോ ഒരു പരാതി പറഞ്ഞു കേട്ടു. സോ ചേട്ടനായതുകൊണ്ടാണോ എന്ന് അറിയില്ല, എന്റെ കുറച്ച് സീനൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. ഒരിക്കലും സീൻ കുറെ ആൾക്കാരുടെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിൻ്റെതാകുമ്പം ഒന്നും ചോദിക്കാണ്ട് കട്ട് ചെയ്യാം, കുറച്ചും കൂടെ പെട്ടെന്ന് കട്ട് ചെയ്യും. അപ്പൊ എവിടെയെങ്കിലും ഗണു പറഞ്ഞിരുന്നോ ഐ വുഡ് ഹാവ് ഡൺ സുഭാഷിന്റെ റോള് അല്ലെ അങ്ങനെ ഒരു സംഭവം? എന്തൊക്കെ പറഞ്ഞാൽ അനിയനല്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ചേട്ടന്? അല്ല അങ്ങനെ അത് ഓഫ് കോഴ്സ് ഈസ് ആൻ ആക്ടർ, അത് എന്തായാലും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി സുഭാഷ് അങ്ങനെ അത് ആ കാസ്റ്റ് കറക്റ്റ് അല്ല. തന്നെ കാസ്റ്റ് ഡയറക്ടർ ആയപ്പോൾ പിന്നെ അപ്പം അത് ശരിയല്ല, ഞാൻ കൃഷ്ണകുമാർ ഏതായാലും ശരിയാവുള്ളൂ എന്നുള്ളത് അങ്ങനെ ഇഷ്ടം പോലെ ടോക്സ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ യു വർ ലൈക്ക് വെരി ക്ലിയർ ഈ സുഭാഷ് എന്നുള്ള ക്യാരക്ടർ അല്ല ഈ കാസ്റ്റ് ഈ ലിസ്റ്റ് ഇങ്ങനെ പല പല വേരിയേഷൻസും പല കോമ്പിനേഷൻസും കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടായ ലിസ്റ്റാണ്. നമുക്ക് കുറെ പല ആൾക്കാരുണ്ടായിരുന്നു, പല ഡേറ്റ് അവൈലബിലിറ്റി, പിന്നെ അങ്ങനെ 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 കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ ഇങ്ങനെ നോക്കുന്ന എല്ലാവരും ഫോട്ടോ വെച്ചിട്ട് എല്ലാ ആഴ്ച ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു, മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു വിച്ച് ഈസ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറൈവ് ചെയ്താണ് ഇതിലേക്ക്. ഓ നൈസ് നൈസ്. പാവം ഗണപതി ഡയറക്ടറുടെ അനിയനായതുകൊണ്ട് എന്തെല്ലാം പണി. അത് അങ്ങനെയല്ല, നമ്മളിപ്പോ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് പാടാൻ സിനിമ അങ്ങനെ ചെയ്തതല്ല. എല്ലാരും മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. അല്ല എന്നാലും എന്താണെന്നറിയോ, ഇതിനകത്തൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ റിയൽ ലൈഫ് മഞ്ഞമ്മൽ ബോയ്സും റിയൽ മഞ്ഞമ്മൽ ബോയ്സും കൂടെ എവിടെയോ ഒരു സ്ഥലത്ത് ട്രിപ്പ് പോയപ്പോ പാവം ഗണപതിനെ മാസ്ക് ഒക്കെ ഇടിച്ചൊരു സ്ഥലത്ത് വിട്ടത്. എവിടെയാ നിങ്ങൾ വിട്ടത്? അതിപ്പോ പോണ്ടി വന്ന് പോയാലും പറ്റുമോ? ചേട്ടന്റെ സിനിമ ഒന്നും പറയാനും പറ്റില്ല. റിയൽ ബോയ്സും നമ്മളും എല്ലാരും ഭയങ്കര തിക്കായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നൈസ്. എന്തായാലും ചേട്ടാ അടിപൊളി. ഇപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ള വേറെ ഇപ്പം എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖാലിദ് റഹ്മാൻ ഇത്രയും നല്ലൊരു പ്രസാദിന്റെ റോൾ ചെയ്തിട്ടും അത് അനുരാഗ കരിക്കൻ വെള്ളം പോലെ ഒരു ഫിലിം ചെയ്ത് ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണെന്ന് ഫേസ് തിരിച്ചറിയാൻ ഒരു സംഭവം ഉണ്ടായി. അത് ചേട്ടന് എത്രത്തോളം സർപ്രൈസിങ് ആയിരുന്നു? എനിക്കങ്ങനെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയില്ല. കാരണം റഹ്മാൻ അങ്ങനെ കുറച്ച് റിസർവ് ആയിട്ടുള്ള അങ്ങനെ ഫുൾ പബ്ലിക് ഡൊമൈനിൽ അധികം അങ്ങനെ വരാത്ത, ആവശ്യമുണ്ടെങ്കിൽ ഇന്റർവ്യൂ അങ്ങനത്തെ ഒരാളാണ് റഹ്മാൻ. അപ്പം ലോട്ട് ഓഫ് ടെക്നീഷ്യൻസിന്റെ മുഖം ആൾക്കാർക്ക് അറിയില്ല. അത് ആക്ച്വലി ഒരു ഇതായിട്ട് തോന്നില്ലേ, എല്ലാവരും ടെക്നീഷ്യൻസിന്റെ ഫേസും കൂടെ ആൾക്കാർ ഇപ്പം ഭയങ്കര മൂവി ബബ്സിനെ നമുക്ക് ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അല്ലാണ്ട് കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഹിഡൻ ടാലൻസ് പുറകിലുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടൻ അതുകൊണ്ടായിരിക്കും ഡയറക്ടേഴ്സ് ചിത്രം അടിപൊളി. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മിക്സിംഗ് എഞ്ചിനീയറുടെ മുഖം അറിയാം? ആരുടെ? ഒരു മിക്സിംഗ് എഞ്ചിനീയറുടെ മുഖം അറിയാം? അറിയില്ല. മിക്സിംഗ് ഫൈനൽ മിക്സ് ആണ് പടത്തിന്റെ, സൗണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ ഘടകം. ഓഡിയോസ് 50% വീഡിയോ. അപ്പോൾ ആ ഫൈനൽ മിക്സ് അതൊക്കെ മെയിൻ ടെക്നീഷ്യൻസ് ആണ്. അപ്പം അയാളുടെ പേരെങ്കിലും അറിയാം, പുകം പോട്ടെ. അപ്പം അതും അതാണ്. അപ്പം ഐ എം നോട്ട് സർപ്രൈസ്ഡ്, കാരണം ആൾക്കാർ കുറച്ചും കൂടെ നോക്കണം എന്ന് എനിക്ക് പറയുന്നത് ടെക്നീഷ്യൻസിൻ്റെയും
ഈ സിനിമയില് പ്രൊമോഷൻസിന്റെ സമയത്ത് ചന്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സലീമേട്ടൻ ചോദിച്ചിരുന്നത് നിനക്കൊക്കെ എന്റെ ചെറുപ്പകാലം അല്ലാണ്ട് ആരാടാ റോള് തരുന്നതെന്ന് ചോദിച്ചിരുന്നത്. എങ്ങനെയാണ് ചന്തുവിലേക്ക് എത്തുന്നത്, അതായത് ചന്തുവിനൊരു മെയിൻ ക്യാരക്ടർ കൊടുക്കാന്നുള്ള രീതിയിൽ? ചന്തുവിനെ സൗഭിക്കയും ഗണപതി രണ്ടുപേരും സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ചന്തുവിനെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ സലീമേട്ടൻ നടന്നു കയറി വരുന്നവരുണ്ടായിരുന്നു. പിന്നെ ചന്തു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അപ്പം സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഈ ചന്തു നല്ല ഒരു ഡെപ്തുള്ള അവൻ്റെ കണ്ണുകളും പിന്നെ അഭിലാഷിൻ്റെ ക്യാരക്ടറും ഡിമാൻഡ്സ് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി. അപ്പം ദാറ്റ്സ് വൈ ഐ അറൈവ്ഡ് അറ്റ് ചന്തു. അങ്ങനെയാണ് ചന്തുവിലേക്ക് വന്നത്. ആൻഡ് ഫൈനലി ഇപ്പം ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടപ്പം ചേട്ടൻ ഏറ്റവും നാലാമത്തെ ഫൈനലി ആയിട്ടോ തമാശ പറഞ്ഞു എണ്ണം കണ്ടല്ലേ എവിടെ ഇരുന്നിട്ട് ഫൈനലി ഓക്കെ ഇതിനകത്ത് ഏതൊരു സീൻ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ചേട്ടനെ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഇപ്പൊ കാണുമ്പോ ഒന്നും തോന്നല. കാരണം 1000 പ്രാവശ്യം സിനിമ കണ്ട് എല്ലാ ദിവസവും കണ്ട് ഞാനിത് കാണല് നിർത്തണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഇപ്പൊ എനിക്ക് ജഡ്ജ്മെന്റ് ഇല്ല. ഇപ്പൊ എത്ര വട്ടം സിനിമ കണ്ടു? 1000-ന് മേളിൽ കണ്ടിട്ടുണ്ടാവും. 1000-ന് മേളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പടം ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ ക്യൂബിലിരുന്ന് പടം കാണുമായിരുന്നു. കാരണം കാണാൻ വേണ്ടി കാണുന്നല്ല, അത് വർക്കാണ് ഞാൻ അതുകൊണ്ട്. അപ്പൊ അങ്ങനെ വർക്കായിട്ട് കണ്ട് നമുക്ക് അതിലൊരു വിരസത വരും. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തേക്കാമായിരുന്നു എന്നുള്ളൊരു. തീർച്ചയായും കറക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അവസരത്തിൽ ലോക്ക് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പടം തീരുന്നതിന്റെ ലാസ്റ്റ് ഡേ തലേന്ന് വരെ കറക്ഷൻ ആയിരുന്നു. ഈ ഭയങ്കരമായിട്ട് യൂത്തിന്റെ പൾസ് അറിയുന്ന ഒരു ഡയറക്ടറാണ് ചിദംബരം എന്ന് പറഞ്ഞൊരു ടോക്ക് ഉണ്ട് ഇപ്പം. കാരണം ഇപ്പൊ ജാനേമൻ ആണെങ്കിൽ അതും വളരെയധികം യൂത്ത് അക്സെപ്റ്റ് ചെയ്തൊരു ഫിലിമാണ്. ഇതും അഗൈൻ അത് വരുന്നു. സത്യമാണോ? അറിയില്ല, എനിക്ക് അറിഞ്ഞൂടാ. യൂത്തിന് കണക്ട് എല്ലാവർക്കും കണക്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം. ഇനി ഏതൊക്കെ കൈൻഡ് ഓഫ് ഒരു ജോണർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് യുവർ വിഷ്? എവറി ജോണർ ലൈക്ക് അങ്ങനെയല്ല, എന്നാൽ പറ്റുന്നത് ഇപ്പം പറ്റുന്ന ജോണേഴ്സ് ഒക്കെ ഒന്ന് നോക്കണം എന്നുള്ളതാണ്. ആസ് എ ഫിലിം മേക്കർ ഓൾസോ ഐ വാണ്ട് ടു ലൈക്ക് ഒരു ആക്ടറിന് എല്ലാ ടൈപ്പ് റോളും ചെയ്യാൻ ആഗ്രഹമുള്ള പോലെ ആസ് എ ഡയറക്ടർ ഐ വാണ്ട് ടു ഡു ഓൾ ദ ഫിലിംസ് ഐ ക്യാൻ. ചേട്ടാ ഇതിനകത്ത് ആ മറ്റേ ചെറിയൊരു OCD ഒക്കെ ഉള്ള ദീപക്കാണല്ലോ പറഞ്ഞിട്ട് വന്നത് ഓക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം, ഈ ഒരു സംഭവം ഉണ്ട് നമുക്കത് കാണാന്നുള്ളത്. ഇപ്പം റിയൽ ലൈഫിലും അദ്ദേഹം തന്നെയായിരുന്നു ആ ഒരു കമന്റ് ഇട്ടിട്ട്? അതെ 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 റിയൽ ലൈഫിലും സുധി എപ്പോഴും ഒരു കുറി തൊടും, ഇടയ്ക്കിടയ്ക്ക് പോയി കുളിക്കും, 2 പെഗ് അടിച്ച് ഒരു കുളി കുളിക്കണം. അങ്ങനത്തെ ഒരാള്. സുധിയുടെ വൈഫ് ദീപക്കേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെയാണ് സുധി, ആ കുറി എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞ്. ഭാര്യമാരുടെ അപ്രൂവൽ കിട്ടിയ പിന്നെ കറക്റ്റ് അതേപോലെയാണെങ്കിൽ. അഭിലാഷിന്റെ വൈഫും ചന്തുവിനെ മെസ്സേജ് ആയിരുന്നു, സെയിം അഭിലാഷാണ്. ശരിക്കും റിയൽ ലൈഫിലും ആ ഒരു സ്വഭാവം മാച്ച് ചെയ്ത രീതിയിൽ. അതെ 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 ഭയങ്കര വൃത്തിക്കാരനും ഈ ശരിക്കും ആദ്യം മടിച്ചു നിന്ന് അവസാനം ആദ്യമായിട്ട് ആ കുഴി വന്ന് ചളി വന്ന് കിടത്തുന്ന സുധി തന്നെയാണ്. ഓൾസോ ഇതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയുമ്പോൾ വേറൊരു സംഭവം നമ്മൾ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നില്ലേ നീയൊക്കെ പോയിട്ട് ചാവടാന്ന് പറഞ്ഞ് പിന്നീട് ലാസ്റ്റ് വന്ന് സോറി പറയുന്നത്. റിയൽ ലൈഫിലും ഇങ്ങനെ ഒരാളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചേട്ടൻ അത് കൊണ്ടുവരണം എന്ന് വെച്ച് ഇവര് പറഞ്ഞ ഇത് വെച്ചിട്ട് അവരെല്ലാവരുടെ ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിലും ഒരു സിനിമയുടെ എലമെന്റ് ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒരു പ്രണയം ആ ഒരു സമയത്ത് ഒബ്വിയസ്ലി ഇത്രയും ആൾക്കാരിൽ ആരെങ്കിലും ഒക്കെ ഡേറ്റിംഗ് ഉണ്ടായിരുന്നിരിക്കും. എവിടെ പ്രണയം കാണിക്കാൻ എങ്ങനെ കാണിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു പെണ്ണ് കാണാനൊരു പേരിന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? അതെ 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 അല്ലാണ്ട് പ്രണയം ആർക്കും ആ സമയത്ത് വലിയ പ്രണയങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാ ആമ്പിള്ളേരല്ല വീട്ടിൽ 3-4 വെച്ചിട്ട് ആകെയുള്ള 2 പെമ്പിള്ളേർ ഇവരുടെ പെങ്ങന്മാരാണ്. അപ്പം ആർക്കും അങ്ങനെ പ്രേമമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രേമത്തിന് ഈ സിനിമയിൽ സമയമല്ലെന്ന് പ്രേമം ഉണ്ടല്ലോ പടത്തിൽ എന്തായാലും ഓൾറെഡി ഇഷ്ടംപോലെ പ്രേമം ഉണ്ടല്ലോ. പിന്നെ ഒരു കൺവെൻഷണൽ നായിക കൊണ്ടുവന്ന് ആ ക്യാരക്ടറോട് എനിക്ക് ഒരിക്കലും നീതി പുലർത്താൻ പറ്റില്ല, അതിന് സ്പേസ് ഉണ്ടാവില്ല. പിന്നെ അത് അങ്ങനെ ചെയ്യരുതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു നായികനെ കൊണ്ടുവന്നിട്ട് ഒരു ഫീമെയിൽ ആക്ടറിൻ്റെ കൊണ്ടുവന്ന അവർ അത് ചെയ്യുന്നത് ശരിയല്ല. ഫൈനലി പറയുന്നില്ല. ഈ കുഴിയിലേക്ക് ഇറങ്ങിയ സംഭവം പറഞ്ഞപ്പോഴേ ഈ ആ കയറൊക്കെ വെച്ച് കെട്ടുന്ന ഇത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഇരുന്നിട്ടൊരു സഫക്കേഷൻ തോന്നുമായിരുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ഡേഞ്ചർ സംഭവം എന്തായിരുന്നു? ഞാൻ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എടുത്തൊരു വൺ ഡേ അത് ആരും എവിടെയും പറഞ്ഞില്ലെന്ന് ഒരു ദിവസം നമുക്ക് സൗഭിക്കാൻ നഷ്ടപ്പെടുമായിരുന്നു. അത് ബാസിനെ കെട്ടിയിട്ട് കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല കേബിൾ വർക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ രണ്ടുപേർക്ക് 2 കേബിളാണ്, പ്ലസ് ഇവർ തമ്മിൽ കെട്ടിയിട്ടുണ്ട് പോവാണ്ടിരിക്കും. അപ്പോൾ 2 ടീം 2 കാരണം വലിയ കേബിൾ ഇങ്ങനെ മേളിൽ കയറ്റി പല വെയിറ്റ്സിൽ ഭയങ്കര ടെക്നിക്കൽ പുള്ളി സിസ്റ്റമാണത്. അപ്പോൾ 2 സൈഡിൽ നിന്നാണ് വലിക്കുന്നത്. രണ്ടുപേരും ഒരേ സമയത്ത് വലിക്കുമ്പോഴേ ഒരുമിച്ച് ഇവർ പൊങ്ങുള്ളൂ. പ്ലസ് നമ്മളെ മേളിൽ ഇവർ കയറ് കെട്ടിക്കുന്ന കയറിന് ടെൻഷൻ വേണം. അപ്പം തന്നെ കുറച്ചധികം കയറുകളായി അവിടെ.
മൊത്തം അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ ഒന്ന് തെറ്റി രണ്ടുപേരെ രണ്ട് സൈഡിലേക്ക് വലിച്ചു. അതായത് ബാസിനെ താഴേക്കും സൗബിക്കിനെ മുകളിലേക്കും വലിച്ചു. സൗബിക്കയുടെ ഇടുപ്പിൽ ടെൻഷനായി. സൗബിക്ക് ഇങ്ങനെ, അതായത് സൗബിക്കൊക്കെ കേക്ക്, അതായത് രണ്ട് ബോഡീനെ രണ്ട് കയറ് എടുത്ത് ഇങ്ങനെ വലിക്കുന്നത്, അതായത് ഇങ്ങനെ ഈ നട്ടലിന് ഇങ്ങനെ കെട്ടുപൊട്ടുന്നവരെ കിടക്കാൻ അത്രയും ബോഡി സ്ട്രെച്ചായി. കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ ആൾ സ്പ്ലിറ്റായി പോയത്. അത് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. പക്ഷെ അത് അവരൊറ്റൊരു സംഭവമുള്ളത് ഹോൾ മൂവിയിൽ. അത് ആരുടെയും തെറ്റല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ എററും അല്ല. അത് ഇവരെ ഓക്കെ കട്ടെന്ന് പറയുമ്പം ഒന്നിക്കൽ ഇവരെ താഴോട്ട് ഇറക്കണം, മുകളിലേക്ക് ഇറക്കണം. അപ്പോൾ രണ്ട് ടീം രണ്ട് സ്ഥലത്താണ് സേഫ് ലാൻഡിങ് ഉള്ളത്. അപ്പോൾ ഒരു ടീം വരച്ച് താഴേക്ക് ഇറക്കാം, ഒരു ടീം വരച്ച് മുകളിലേക്ക് ഇറക്കാം. അപ്പോൾ രണ്ട് രീതിക്ക് വലിച്ചു. അതൊരു ചെറിയ എററാണ്, പക്ഷെ അത് ഭയങ്കര എക്സ്ട്രീംലി പെയിൻഫുള്ളായിരുന്നു ഫോർ സൗബിക. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതും നമ്മളെ ഫൈറ്റ് ടീം വാസ് എക്സലൻറ്റ്. അവരുള്ളതുകൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടിത്താഴെ എല്ലാം കൂടെ അവരെ ഏറ്റവും ബെസ്റ്റ് ടീം ഇൻ ഇന്ത്യ. ഇപ്പം കയറിന്റെ ഇത് പറഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ബാസിയും അതേപോലെ തന്നെ പാവം മേക്കപ്പ് ഇട്ടിട്ട് ഉറുമ്പ് കടിച്ചിട്ടായാലും പിന്നീട് ഇത് അഴിച്ചു മാറ്റുന്ന ഒരു പരിപാടി ഇല്ലേ, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ആക്ടേഴ്സിന് ഭയങ്കര ടഫായിട്ടുള്ള ഒരു പണിയാണിത്. കാരണം ഇത്ര രാവിലെ എണീക്കണം, ഓടണം, ചാടണം, നനഞ്ഞിരിക്കണം, തണുപ്പത്ത് ഇതിനെല്ലാം മേളിൽ അഭിനയിക്കണം, ഇതിൻ്റെ ഉള്ളിൽ കൊക്കയിൽ വീഴാതെ നോക്കണം. മൊത്തത്തിൽ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവർ സ്വന്തം ചെയ്യുമ്പോൾ ബാസിയൊക്കെ മറ്റേ ആ കാലക്കെട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല ഗുഹയുടെ ഫ്രണ്ട് വെച്ചിട്ട്. എനിക്കൊക്കെ ഞാൻ പറഞ്ഞു ബാസി ഞാൻ അത് ചെയ്യാൻ പറഞ്ഞില്ല, ബാസി പ്ലീസ് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർ ആക്ഷൻ പറയുമ്പോൾ അവർ സ്വന്തം ചെയ്യുമ്പോൾ മറന്നാണ് അഭിനയിക്കുന്നത്. എനിക്കത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തായാലും എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പം ലൈക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ വേണ്ടാന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊന്നും ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. സിനിമ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി എല്ലാ ക്യാരക്ടേഴ്സിനും അതിന്റെ ലൈക്ക് ആവശ്യം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫിലിമാണ് ഇത് നമുക്ക് തോന്നി. ഇപ്പൊ ഞാൻ ചന്തുവിന്റെ ക്യാരക്ടർ ലൂസ് അടിക്കണം, അവിടെയാണ് തിയേറ്റർ കൈയടിക്കുന്ന ഒരു ഇത് വരുന്നത്. അതൊരു മാസ് ഡയലോഗ് മനഃപൂർവ്വം അവിടെ വെച്ചതാണോ? പടം ഒരു കൊമേഴ്ഷ്യൽ പടമാവണ്ടേ, അപ്പം അത് ആൾക്കാർക്ക് കൈയടിക്കാനുള്ളതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും എൻഗേജിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് എന്തായാലും നമ്മളിടാം, അങ്ങനെ തന്നെ വെച്ചതാണ് തീർച്ചയായിട്ടും. എന്നാൽ ആ ഒരു റിയലിസ്റ്റിക് സംഭവത്തോട് സ്റ്റിക്ക് ചെയ്ത് ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ വളരെ എല്ലാ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു അമേസിംഗ് ഫിലിമാണ് ചേട്ടാ. എനിക്ക് ഐ റിയലി ലവ് ദ ഫിലിം. ആ ഒരു ഇതിനകത്ത് പറയുന്ന പോലെ എന്താണ് ദൈവം, മുകളിൽ നിന്ന് വരുന്നൊരു വെളിച്ചാണ് പറയുന്ന പോലെ. വാട്ട് ഈസ് യുവർ ആൻസർ ടു? ചുമ്മാ ചോദിക്കാട്ടോ, എന്താണ് ദൈവം? എന്റെ ഉത്തരം തന്നെയാണ് സിനിമയിലുള്ളത്. കാരണം സുഭാഷ് അവിശ്വാസിയായിരുന്നു, ശരിക്കുള്ള സുഭാഷ് അവിശ്വാസം. സുഭാഷ് അതിനുശേഷം വിശ്വാസില്ല, അവിശ്വാസി നേരെ ദൈവമാണ് ചെയ്യുന്നത്. സാവപ്പാത്ത് വന്നവൻ കടവുൾ, അതോടെ അവന്റെ കിളി മാറി. ഞാൻ എല്ലാവരോടും ദൈവത്തിലും മതത്തിലും വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ദൈവം എന്നുള്ളത് അത്രേ ഉള്ളൂ, വെളിച്ചഭാവം എന്തുവാ. അപ്പം മതവും ദൈവവും ആദ്യം അതൊന്നും കാര്യമില്ല. ദൈവം എല്ലാത്തിലും എല്ലാം ഉണ്ട്, നമ്മൾ തന്നെയാണ് ദൈവം. അത്ര. ഓക്കെ, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഐ ആം ആസ്കിങ്, ചേട്ടൻ എപ്പോഴെങ്കിലും ഇതേപോലെ ദൈവത്തെ കണ്ട ഒരു ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തിനെ കണ്ടു അങ്ങനെ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പം ദൈവം എല്ലാത്തിലും ഉണ്ട്. അപ്പം നമ്മൾ അതൊരു ഡീപ്പ് ആൻസർ ആണ്. ഇറ്റ്സ് നോട്ട് ഗോ ദേർ. ഓക്കെ, കാൻ യു ഷോർട്ടൻ ഇറ്റ് ഫോർ us? ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഐ സീ ഗോഡ് ഇൻ എവറിത്തിങ്. ഗോഡ് ഈസ് ഇൻ എവറിത്തിങ്. സോ സ്പെസിഫിക്കലി ഒരാൾ കൂട്ട് അങ്ങനെ ഒരു മൊമെന്റ്, മറ്റേ എന്താ പറയുക, ചന്ദ്രലേക്ക് ഒരു ഡയലോഗ് ഇല്ല, എനിക്കൊരാൾ ബിരിയാണി വെച്ചു തന്നു, അങ്ങനെ ഞാൻ ദൈവത്തിനൊക്കെ പടച്ചവനെ കണ്ടിട്ടുണ്ട് പറയുന്നില്ല ശ്രീനിവാസൻ. അതേപോലെ കുറേ ദൈവങ്ങളുണ്ട്, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്, എല്ലാ ദിവസവും ഞാൻ ദൈവങ്ങളെ കാണുന്നുണ്ട്. വാവ്, എന്തായാലും നല്ല സിനിമയാണ് ചേട്ടാ. ഇനിയും ആൾക്കാർ പോയിട്ട് കാണട്ടെ. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ സച്ച് ഫിലിംസ് ഫ്രം യു. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിങ് യു. താങ്ക് യു.